ഹലോ ഗൈസ്, ഹായ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്ട്രീമിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ട് ലൈവ് ഒന്നും ഇടാൻ പറ്റിയില്ല, കാരണം നമ്മളിവിടെ കറണ്ട് ചെറിയ സീനായിരുന്നു, അതുകൊണ്ട് ലൈവ് ഇടാൻ പറ്റാത്ത. അപ്പൊ ഇന്ന് ഞാൻ NBA 2K21 ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ആകെ 2 കളിയൊക്കെ കളിച്ചിട്ടില്ല. ഇന്ന് കുറച്ചു നേരം എന്തായാലും ഇത് കളിക്കാം. ഓക്കെ, ARVK ഗെയിമേഴ്സ്, ഹായ് ബ്രോ. ഹോയ് ഹോയ് ഹോയ്. എന്താണ്? വെൽക്കം ടു സ്ട്രീം ബ്രോ. പുതിയ ആളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഒരു മിനിറ്റ്, ഇത് ഡിസ്പ്ലേ കാട്ടുന്നില്ലല്ലോ. ഇപ്പൊ ഫുൾ സ്ക്രീൻ ആണോ? ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ പറ്റിയത് പോലും. ഫുൾ സ്ക്രീൻ അല്ലെങ്കിൽ എന്താ ഇങ്ങോട്ട് കേറി പോണേ? എന്താ ഈ സൈഡിലേക്ക് ഒരു വലിവാണല്ലോ. സലാം. ഓക്കെ, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം ബ്രോ. ബ്രോ, അതല്ല, നമ്മുടെ ഗെയിം ഫുൾ സ്ക്രീൻ ആണോ എങ്ങനെയാ, ഹാഫ് സ്ക്രീൻ ആണോ കാണുന്നത്? SK, ഹായ് ഹായ് ഹായ്. അയ്യോ, ഹാഫ് സ്ക്രീൻ ആണല്ലോ, ഇതെന്താ പറ്റിയത്? എനിക്ക് തോന്നുന്നേ, നോക്കട്ടെ. ഗ്രാഫിക്സിന്റെ എന്തോ സീനാ, നോക്കട്ടെ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, ഇതിന്റെ ആണോന്ന് അറിയില്ല. ഇതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ അല്ലെങ്കിൽ ശരിയായില്ല. SK, ഹായ് ഹായ്.
ഇപ്പൊ NBA വന്നോ? സൗണ്ട് ഒക്കെ ഓക്കെ. Really cool. I try to be very creative with anything with 2K. You know, when it comes to shoes, uniforms, it really makes sure. പ്രസംഗമൊക്കെ വേണോ? വെറുതെ ഇതൊക്കെ വേണോ? നമുക്ക് അടിച്ചു വിടാല്ലേ? At this point. ഓക്കെ എല്ലാം ഓക്കെ. ഇത് നമ്മുടെ പ്ലേയേഴ്സ് ഇതൊക്കെ ഓട്ടോമാറ്റിക് നടന്നാൽ സെറ്റാണ്. ഇതെന്തത്? എന്റെ മോനെ, ഓരോരുത്തരെ വിധം വിളിച്ചെടുക്കും കേട്ടോ. PG കളിക്കുന്നവര്, പോസ്റ്റ് കാർഡ് കളിക്കുന്ന ആൾ ഇവനാണ്. എന്റെ മോനെ, ലൈനപ്പൊക്കെ അടിപൊളി. നമ്മുടെ ഫുട്ബോളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈനപ്പാ. ഫുട്ബോളിലൊക്കെ 2 ടീം ഒരുമിച്ച് ഇറങ്ങാറ്. ഒരു വ്യത്യസ്ത ലൈനപ്പാ മൊത്തത്തിൽ. ഇത് നമ്മുടെ ഓപ്പോസിറ്റ് ടീമാണ് കേട്ടോ. നമ്മുടെ ടീം അവിടെ പോയി. ഇത് കോച്ച്, നമ്മുടെ കോച്ച്. This is Wednesday night basketball of the NBA on 2K Sports. നമ്മുടെ ടീം കെവിൻ ഡ്യൂറന്റ് വലിയ സ്റ്റേഡിയം. Even though starters are important, those great sixth men have been the key to so many championship teams. Think about the likes of Andre Iguodala, David Aldridge, thank you. Okay. And for a look at how the competition stacks up right now. These the new power rankings. They tell a great story. Taking a look at Houston. They're gaining on some of the teams above them, trying hard to crack into that top 5. And you know, players ഒക്കെ കോർട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഹാർഡ് 13 നമ്പർ ഹാർഡ് അല്ല. കളി ജയിക്കും എന്തോ. ഇത് ഞാൻ കളിച്ച കളിയൊക്കെ ഞാൻ പൊട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതെങ്ങനെ കളിക്കേണ്ടത് വലിയ പിടുത്തൊന്നുമില്ല. ജമ്പോൾ എറിഞ്ഞോ? എന്റെ മോനെ, ജമ്പോൾ നമുക്ക് കിട്ടി. പാസ് ചെയ്തായിരുന്നു. അയ്യോ, കീ മാറിപ്പോയി, നോക്കിയില്ല. As a first round pick, your son going through it right now. Yeah, I know. ഒരു മിനിറ്റ്, ക്യാമറ ഒന്ന് സെറ്റ് ആകട്ടെ. ക്യാമറ അടുത്തിരിക്കട്ടെ അല്ലേ? കുറച്ച് താത്തി വെക്കാം. Okay. No doubt. Listen, everyone wants to see what you've got, and also you want to prove that you belong. And so, because of that, though, especially in today's game, sometimes judgment comes way too quickly, and we've seen it with a lot of great young players that because they come in a lot earlier in terms of their age, it may take them an extra year or two to figure it all out. And so the teams that are most patient in allowing those kids to mature at their own level tend to be the ones that get
Guys, first time നമ്മൾ ഒരു ഫൗൾ അങ്ങ് ആക്കിയിട്ടുണ്ട്. Indeed. And we see so much impatience and it causes problems. This is his first free throw of the game. അവന്റെ കൈക്കട്ട് പിടിച്ചടിച്ചു. അവന്റെ ഫ്രീ ത്രോ ആയിട്ട്. എന്റെ മോനെ ആ സ്റ്റേഡിയം നോക്കി അടിപൊളി കാണാൻ. അറിയാത്ത പയ്യന്മാരാ നമ്മളെ പോലെ കുഴപ്പമില്ല. ഇത് നമ്മുടെ റെഫറി ആണോ? ഇത് നമ്മുടെ കോച്ച്. അടുത്ത ഷോട്ട് ഇത് വീണില്ല, റീബൗണ്ട് എടുക്കണം. കീസൊക്കെ അവിടെ പോയി. ഓക്കെ വീഴ്ത്തി. അവന്മാരെ അക്കൗണ്ട് തുറന്ന് 1. Well, for Detroit, their last game a loss to the Bulls. Irving finds KD. Here's Harris. That's good. Nice assist from Durant. Boy, that's an example of Durant's basketball IQ and awareness, both platinum level. And Joe Harris, the lethal shooter, he can also be a threat in the pick and roll game. Yeah, Harris does a great job reading what a defense is giving him. He's more than just a catch and shoot type of player. Harris can hit shots on the move, isn't afraid to go at defenders. And he pulls off the Houdini to make that catch and slam it through. Stupendous alley-oop. And the crowd got their jaws dropped on them. Total disbelief. And once he got to the 10, I think he was surprised to find himself that wide open. Well, this early, they should be showing a lot more energy on defense. It's not there. Now, here's Diallo. He's coming off a 10-point game against Chicago. Now, here's Harden. He's guarded by Diallo. Takes a 3. And that one is off. Now the Pistons take it the other way. Outplaying the previous game on their schedule, losing to Chicago. Painful to watch, guys. You could see their frustrations mounting, unable to get into any kind of whatsoever. Yeah, they had no answer for it. They simply got outplayed and outworked. And check out some numbers for Irving. Last season he played outstanding. He put up about 27 points a game. കുറച്ചു നേരം NBA കളിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് ഇന്ന് MRP മെയിൻ്റെനൻസ് ഡൗൺ ആണ്. അതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാം. ഇത് കുറച്ചു നേരം കളിച്ചിട്ട് നമുക്ക് GTA 5 സ്റ്റോറി മോഡ് കളിക്കാം. I think we've got to be more appreciative of the kind of impact this man has in every game he plays. So he comes up empty, missing Kevin Durant, one of the greatest scorers to ever play. Not the most prolific scorer, but perhaps the most talented. He's dangerous from any part of the floor. A nice shot by KD. I love the speed that Durant has. I mean, fantastic at slashing into the paint and scoring right at the rim. That length of stride of his and his speed, lethal combination. And he can time his passes so perfectly. Wow, what an assist. Scores go. Kevin Durant's as efficient as any. I mean, Durant has an insane field goal percentage for the shots that he takes. I mean, when you factor in how many he puts up, it's യെസ് അങ്ങനെ 2 ഫൗൾ അവന്മാർക്ക് ലാസ്റ്റ് നമുക്ക് പോയിട്ട് അവന്മാരുടെ റെഫറി നോക്കും എന്തൊക്കെ എന്താ കാട്ടണം. അവന്മാരുടെ റെഫറി പറയാ റീപ്ലേ നോക്കട്ടെ ഫൗൾ അവന്മാരെ എന്താ ചെയ്യുന്ന പോലും. എന്റെ മോനെ പൊത്തു ഫൗൾ ഈ ഫ്രീ ത്രോ എങ്ങനെ എറിയുണ്ടോ? അയ്യോ എന്താ സ്റ്റേഡിയം കുലുങ്ങുന്നേ? എന്താടാ ഇത്? അടിച്ചു പോവോ? വീടില്ല. അവന്മാരെ അറിഞ്ഞപ്പോഴും 2 മിനിറ്റ് ഇതെന്താ സ്റ്റേഡിയം കുലുങ്ങുന്നേ? എന്റെ മോനെ ലാസ്റ്റത്തെ വേണം 5-7. Quite honestly, I thought he improved a great deal a season ago. And you know, Greg, I observed the same thing. His overall commitment was better. Not just blocks either. I'm just talking about his awareness, his commitment to that end of the floor. If he continues on that track, he can impact at that end as well. And it's Harden with the ball for the Brooklyn Nets. This game against Detroit here, it's their first meeting of the season. And looking back to last season, they won this season series as you'd expect. Yeah, there's a reason they were a playoff team. I mean, they beat the teams they were supposed to. We'll see if they can do it again tonight.
He can't get that. Not quite enough defense that time around. Just lucky he was off. Joseph the pass to Bay. Back to Joseph. That doesn't go in. Had a chance, though, to take the lead. And here comes Harden, leading the fast break. Irving from long range. 3-point The team does a nice job supporting what Kyrie Irving does. I mean, they've got total trust in his ability, so I think they work a lot harder to set him up. Now here is Smith. And he uses the glass. Oh, nice basket. My left foot. First time out call to the game. Time out. Brooklyn. Tough loss coming against number time out. Yeah, for that loss, you can credit their defense or too many breakdowns on that end of the floor. Yeah, and that's really inexcusable. I mean, there's just no way that you can justify that when you don't put the work in on defense. You end up on the losing end. The Pistons making a change here. Okafor's checked in. And then for Brooklyn, Nicholas Claxton's checked in for Griffin. Brown comes in for Joe Harris. And Landry Shamet subbed in for James Harden. Now here's Irving. We saw him with 29 points last game. Outside, Green. Pass to Claxton. And he gets the whistle for the 3-second call. 3 seconds. And now let's bring up the two time in 24 seconds. Teams over the last month have been best at scoring points off turnovers. Number one, the Nets. Yeah, I mean, their defense has been really good, and it's led to a lot of opportunities on offense. Creating points off turnovers has been key. He's been patient so far. Nothing on the scoreboard yet. Now let's get a look at the numbers for him. He was around 9 points per last year. 4 assists and 4 rebounds. The contributions he's been making on the floor have been a boon for this team. Great stretch of games for him. They've given him more responsibility, and he's responded. And the way he's going, I think his role is only going to increase. And the free throw is good. Now leading by 1. And free throw. First order again, very minute 25 seconds. For Brooklyn, they've gotten 4 of 6 field goal attempts to drop. Irving showing you he's a frame ahead of his opponent with that nice imagination on offense. Here's first 1:15 left here in the first quarter. And let's get your take, guys, on the scoring breakdown for Brooklyn. Guys, their penetration has been outstanding. I mean, it's actually been great. They're really finding those holes in the defense. Yeah, they're showing also in the first half and getting a lot of their points in the paint. Really like the balance. You just have to be more disciplined. I mean, too many fouls and free throw attempts for the opponent. You know, it's one of the things coaches like least is giving away points. I mean, they've been step late. They've been caught reaching. They've got to take things up at the defensive end. This tug-of-war game continues. And guys, already in this game. And Stewart gets it to go. Leave anybody open around Smith. I mean, he finds them quickly. Love his Nets have gone 6 of 8 in the game so far. A very solid start for them. No good. Clock management. This is where they can get a 2-for-1. And Kevin, every Marco Gamer weighty high. Here's Smith. Rebounded by Pass to Shamet. For Brooklyn, they have converted 1 of 2 free throws so far today. The first free throw is good. And Ellington's checked in for Dennis Smith. Off of that one, so he goes 1 for 2 at the line. Shot and game clock separated by 5. The shot's good from Ellington. Seen several lead changes tonight. Neither team giving an inch. Yeah, and the lead has changed hands, and it just hasn't stayed in those hands very long when it's changed. No, big finish, emphatic. He hangs on the rim just for. I
I guess there's nothing wrong with a little bit of showboating here and there. Yep, it counts. Yeah, 3 consecutive field goals have come right at the rim. The D had better start buckling down. ഒരു ടൈം ഔട്ട് വിളിക്കട്ടെ. Now a timeout called by Brooklyn. പ്ലേയേഴ്സിന് സബ് ഇറക്കുന്ന എങ്ങനെയാ പോലും. Teams head into this timeout, a chance for the coaches now to map out some plays for the next few minutes and a chance for the players to with some Gatorade. That's important if they want to make sure they don't wear down later in the game. അയ്യോ, ഞാൻ ടൈം ഔട്ട് ക്യാൻസൽ ചെയ്തില്ല. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കി. Shamet on the wing to the middle. And the call on the shot sends him to the line. And really the defense fouling there to prevent the layup. That's exactly what you need to do. It is. I mean, no reason to back off and give him the layup. I mean, much better off. He hits the second from the line. Joseph with the ball from deep. And that shot go in. It's the end of the first with a tie game here, and already these offenses are clicking. Live from Little Caesars Arena, you're watching 2K Sports. And earlier we spoke with Kevin Durant about surviving the grind of an NBA season. How can we be the best version of ourselves individually Kevin every Durant. day? Well, Durant may not be the in-your-face type of player, Greg, but he gets the message across for sure. He's not going to yell at you. He's going to show you how it's done and expect that you're as committed to winning as he is. And it's been a pretty even game here after 1 quarter of play. And guys, looking at what you've seen so far from the Pistons, what do you think? Well, in that first quarter, they were intent on just pounding the ball down low. Yeah, and it's worked. They've got a clear edge and points in the paint. Now we'll see if they go with a more balanced attack or just keep on pounding it inside. Wayne Ellington is out there with Corey Joseph. Stewart in at the 4 spot. Right now. And let's catch up with our sideline reporter, David Aldridge. Hey, Kevin, thanks. Since the Nets acquired Kyrie Irving and Kevin Durant, the franchise has gone from being an up-and-comer to a potential powerhouse in the East. That's necessitated changes on the bench and on the court. The Nets have added some new veterans. Time is now for Brooklyn to stand up and make its move in the East. Kevin, back to you. We'll see how they do. David, thank you. Well, guys, this first half has been about as tightly contested as you could hope for. There have been a lot of lead changes. Guys, നമുക്ക് ക്യാമറ നൈസായിട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. വേറെ ഏതൊക്കെ ക്യാമറ ഉണ്ട് നോക്കട്ടെ. ഇതേതാ? ഇതൊന്ന് കളിച്ചു നോക്കാം. Yeah, he's got those inspector gadget arms. I mean, they go on for Durant, a threat. കുറച്ചുകൂടെ വൈഡ് ആക്കിയാൽ കൊള്ളാന്ന് തോന്നുന്നു. ഇതല്ലേ നേരത്തെ നമുക്ക് വേറെ വെച്ച് നോക്കാം. ഡ്രൈവ് 2K എഡിഷൻ ഉണ്ടായിരുന്നല്ലോ. സൈഡ് 2K ഇതൊന്ന് നോക്കാം. They double him with Irving. Greg, you were drafted 12th overall by the New York Knicks and then 2nd overall by the Grizzlies in the expansion draft. So you've had a very unique view of being in that position in 2 different settings. Yeah, I mean, 2 very different cities, but really each beautiful in its own way. The New York draft, obviously coming out of college, Riley, and then get and be a part of a brand new team in a new country, if you will, was also a experience as well. I hope we can take a petition started by you and me to get back in Vancouver. Seattle, right? Let's get back in both those cities. Exactly. Guys, ഇതൊരു സുഖമില്ല. നമുക്ക് ഫുള്ളായി ഡിഫൻസ് എടുക്കുമ്പോൾ എന്തോ പോലെ. നമുക്ക് സൈഡ് നോക്കിയോടെ. സൈഡ് കണ്ടോ? നേരത്തെ തന്നെ മതിയായിരുന്നു. അത് ഏതായിരുന്നു ഓപ്ഷൻ കടന്നത്?
വല്ലാണ്ട് പ്ലേയേഴ്സ് ഒക്കെ അവന്മാരും ഡങ്കടിച്ചു. Takes it right at the man who just scored on him. That's the way to answer back with an in-your-face stuff. Guys, some pride bubbling up right there. He wasn't about to be outshone. Here's Diallo. Offensive rebound. Griffin attacking and a lot of contact on that one, so he'll shoot two here. It's going to be a പിന്നല്ല ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. മറ്റേ മോന്നൊക്കെ അടിച്ചു. പ്ലേയേഴ്സിനെ കണ്ടോ, അടിപൊളി ലുക്ക്, നല്ല ഒറിജിനാലിറ്റിയാണ്, കൊള്ളാം. ഫ്രീ ത്രോ എറിയിട്ട് ഇതാ വിറയ്ക്കുന്നു മൊത്തം. That's good from Blake Griffin. To the league, Blake Griffin's dunking made headlines. Yes, while I'm nice sure he enjoyed that, he was also. ഈ ക്യാമറ കുറച്ച് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ വെക്കാം. ഇത്ര അടുപ്പിക്കണം. So eager to show that there was more to his game. And Brooklyn making a change here. Green's checked in. Here's Diallo. Way to work the glass, buffet style. Nice Second chance buckets. They can make a big difference. Harris kicks to Harden. Left side, KD. Plumlee with the rebound. Plumlee's got his fourth rebound with that last one here tonight. And you know, Greg, in the past, Griffin felt at times criticized as being a one-dimensional player. I tell you, Kevin, I think he's answered those critics. You look at his past. And his development as a shooter, one of the more complete offensive players in the league. Now here's Green. Nothing yet on the scoreboard for him. And again, it's the Nets missing. Here's Bay. Off to a good start as he gets his first shot attempt. Hoy, escape arada. ഇത് നമ്മൾ നിർത്തി പോകേണ്ടി വരും എന്നാ തോന്നണേ. നല്ല കളിയാ ഈ കളി. എന്താ അവസ്ഥ? ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഇത് കളിക്കാം, GTA 5. എന്താണ് ഹാഫ് ടൈം എടുക്കണേ? ടൈം ഔട്ട്. അമ്പോ കുടിക്കുന്ന വെള്ളം, എനർജി ഡ്രിങ്ക് ആണോ? Typically there's some type of adjustment made out of a timeout. It might be major or it could be just a slight tweak. ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, കോച്ച് പറഞ്ഞു കൊടുക്കാം, അങ്ങനെ കളിക്കും ഇങ്ങനെ കളിക്കുന്നൊക്കെ. Check out this year's contenders for the dunk contest. We get a look at some of the showmen, the best showmen in the NBA. And with the names on that list, you know we're going to have a crazy competition this year. 31 അയ്യോ ടൈറ്റ് മാച്ച്, രക്ഷയില്ല. I don't know if he'll make it to number 1, but you'd have to say he's going to be a part of the contest for sure. It's looking that way, and the contest will be a lot better off having him in it. He always puts on a show. So there you go. And as it's looking, this year's dunk contest is shaping up to be a fantastic competition. We'll keep you updated on the voting. No doubt it's going to be a good one, Kevin. We've got players on that list who do things that you didn't even think were possible. Here's Grant and the dunk. And you know, when Grant gets a chance for an easy basket, time out. Nets number time out. Down the floor. I mean, the quickness and really hard to deal with. Timeout called the Nets. Make some noise. Time out ഒക്കെ വിളിക്കുമ്പോൾ അടിപൊളിയാ കാണാൻ. This group has players swatting away the most shots in the league this month. The shot clock leader, Kevin Durant, is second. And guys, as the month has unfolded, his interior defense has gotten better and better. From the arc, Plumlee with the rebound. And they haven't been able to turn it into a big lead, but their rebounding advantage is starting to add up. Yeah, still close, but with their tough play on the boards, we're certainly seeing the effort.
Now here is Smith. And the foul on Harden. That's his first foul. Harden foul. How about that strong defensive performance for this one block? And you can see the mindset he has. When the game's this close, he's going to bring it at that end of the floor. Stewart's checked in for the Pistons. And then for Brooklyn, Nicholas Claxton comes in for Blake Griffin. And Irving subbed in for Durant. We've got one left in the second. Shoots off the step back. Smith missing again. And so Green will bring it up for the Brooklyn Nets. Trailing by 2. Following this one, they get to host the Pelicans. That game is the first and last of their homestand. Grant surveying the D. Harden against Smith. That's his second foul of the first half. Not a big deal yet, but something to keep an eye on. Pistons have made 5 of 8 of their free throw attempts. First free throw is good. Boy, the speed and shooting Smith possesses is dangerous. I mean, a speedy point guard who continues to get better. A different look here for Detroit. Okafor comes in for Plumlee, and Ellington is subbed in for Jeremy Grant. And a switch here for Brooklyn. Shamit's checked in. Well, check out that assist. That's a pair of teammates that are clearly on the same page. Now Smith. He's got 6. And again, it's the Pistons missing. For Brooklyn, they've gone 7 of 13 from the field since the start of the second. And that one's good. Shamit's got 4 points in the quarter. And they've had a second quarter, second quarter, second quarter. Smith against Irving. Now here is he's guarded close. He can't get it to go. Buzzer beater as we reach halftime. Thanks a lot, Kyrie. Thanks for the great interview, David. And we'll be back for the third quarter of basketball following. It's the 2K Sports Halftime Show. We welcome you back. Brooklyn found themselves in a close game. They didn't get more than a 1-possession lead in the period. 3 points was as big as it got. And the league's leading scorer the last 3 years running and doing it. That's a wrap for our halftime show. Okay. And if you're just joining us, we played through the first half in a game that's been fairly even so far. You look at Kyrie Irving in this game, he has been everywhere. Fantastic job of Kyrie Irving MVP within the first few quarters. And you know what? It helped that they had a few guys with very hot hands on the perimeter, too. Here's Smith. So for Brooklyn now, Griffin is out there with Durant. Then it's Harden. And there's Irving. And it's Harris in the small forward position. There's the call on Durant. Plumlee finds Diallo. Smith against Harden. Back to Diallo. Over Harris. When Harris gives you this type of energy on defense, that's a huge bonus. Misses the jumper. Irving. It's good. The assist that time from Harden. Irving's got the lead up to 4 now for the Nets. The Pistons shooting at 52%. Kyrie Irving has earned himself the reputation of being moody, to say the least. Sometimes that sword cuts both ways. Sometimes it's the player, sometimes it's the media, and the media's perception is a combination. Clearly, Kyrie can sometimes go off on tangents, come from left field in interviews. I mean, he's not the only player, present or past, that's been guilty of that. One thing you can't deny, though, is this guy loves the game. നമുക്ക് 3 point ഒക്കെ ഇനി അറിയാം എന്നാലേ കളി mature and grow as a leader
I say give him more time. മെല്ലെ കളിക്കാം മെല്ലെ Find himself. 3 point ഒക്കെ എറിഞ്ഞ് മെല്ലെ കളിക്കാം. Today, Greg, we see a lot more friendly rivalry. Does that bother you? Not at all. I mean, people like to say, well, our era had the rivalries were more bitter. അയ്യോ അത് വീടില്ല. I disagree with that. I think guys are every bit as competitive today as they've ever been. That's good to hear. They just also have എൻ്റെ അമ്മ ഓങ്ങോട്ടെ വെക്കുന്നു നോക്കി. be around one another. Kids today growing up, they've been playing against each other since the 5th, 6th grade in national tournaments. When we played, we didn't get to see the other top players around the country. So അതാണ് നമുക്ക് വേണ്ടത്. there's one reason why you didn't have a closeness with guys that, unless you were on the same team. And this is his second trip to the line in the game. In their last contest, guys, he was അത് ശരി ഒരെണ്ണം വീണിട്ട് ഒരെണ്ണം from the വീണു. foul line. Splashed them one after another. It really was quite a display from the stripe. And guys, the numbers don't lie. 49 അവന്മാർ ലീഡ് കയറുന്നു. Reliable presence at the free throw line all throughout last season. And we've got an update here, so let's catch up with David Aldridge. Well, guys, we all know that there are some people who dislike James Harden's style of play. They're bored watching him shoot free throws. He said, I see how teams guard me and find ways to exploit it. I just outthink അതും them, വീടില്ല. and I'm faulted. രണ്ട് ഷോട്ടാ അവൻ Whatever എറിഞ്ഞത്. that may be, but it's hard to അവന്മാർ argue എറിഞ്ഞു. with the results. ദേ വീണ്. You're right, one of the top scorers in league history, David. മൂന്ന് Thanks point for that lead. report. His shooting has been outstanding. Definitely one of the reasons they're up in this game. Brown the pass to Griffin. Nice ball movement by Brooklyn. Harden draws the double, passes to Griffin. Good, it's Harden with the assist. അവന്മാര് ഡബിൾ പോയതുകൊണ്ട് നമുക്ക് അടിയിൽ ഒരാൾ ഫ്രീ ആയിട്ട് കിട്ടി. Dropping right there by Harden. Such a smart passer. Gets us to his teammates on time and on target. And the foul on Hold on. Harden. That's his fourth foul of the സൈഡ് ത്രോ കൊടുത്താൽ മതി. And that അതാണ്. fourth foul, guys, might force him to scale back the aggression from a defensive standpoint. He does not need, nor does the team need, number 5. Stewart's checked in for Diallo. Landry Shamit's checked in for the Nets. Grant ഇവന്മാരെ finds എറിയിക്കില്ല Joseph. ഇവന്മാരെ എറിഞ്ഞ സീന. And here's Ellington. He's covered by Brown. Just കൈ പൊക്കി ready to പിടി. shoot. കൈ പൊക്കി പിടിടാ. Pulls up. High post. A shot by Ellington. No good. You're not going to see that very often. Plenty of space, but he just, let's face it, he whiffs on ഷോട്ട്. Count that one. എവിക്ക് ഗെയിമർ. Griffin ഇന്നല്ല continuing to own 44 the 43. paint. A ഇഞ്ചോടിഞ്ച് fantastic പോരാ. power forward with good touch. ഡിഫൻസ് Here's Plumlee. ആ He മരിച്ചു. takes it in for the layup off a very nice. ശരിയെന്നാ അപ്പൊ അവന്മാർക്ക് ഒരു പോയിന്റ് Plumlee's got 6 points. നമുക്കൊരു 3 എറിഞ്ഞു നോക്കാം. 3 പോയിന്റ്. Competitive game so far. And from the look of it, this one could go right down to the ആടൻ എറിഞ്ഞാ വീഴു. Outside, KD. Back to Griffin. Brown outside. From deep Harden. Buries the Yeah, number long-range 3. jumper. He യെസ് has 7. അപ്പം നമ്മൾ ലീഡ്. ഒരു ബാസ്കറ്റ് അവന്മാരിട്ടാ ഈ ബാസ്കറ്റ് അവന്മാർ Gets ഇടിയും his ചെയ്തു. shot off with such ease and quickness. ഇല്ലെങ്കിൽ ഇത്രയും നേരം നടന്നത് അയ്യോ He lobs it up. വീണില്ല. And Joseph kicks to Plumlee. Back to Joseph. And he അത് banks അവന്മാർ it away. കൂളായിട്ട് അണ്ടർ ബാസ്കറ്റ്. Joseph's got it all Each, tied up പിന്നെ now each. for the Pistons. എനിക്ക് വയ്യ. അടുത്ത ടൈം ഔട്ട്. times, haven't we? An easy bucket in the paint. Well, listless and lifeless at the defensive end. I mean, especially Shirgles on inside. it. They've really got to pick up that interior defense. ബെൻസൺ Timeout ബെൻസൺ called the Nets. Every time out, a chance to review the Dance lineups, നമുക്ക് ഓടിച്ചു വിടാല്ലേ? or call a play. And I agree. I എന്താണ് think ഈ there's എറിഞ്ഞു gotta കൊടുക്കണേ? be a new wrinkle in their game plan when they come out of this സബ്സ്റ്റിറ്റ്യൂഷൻ timeout. എങ്ങനെയാ പോലും ഇറക്കണേ? വൺ ടു ബി കോച്ച്. Both teams deciding to കഴിഞ്ഞു. change it up. ഞാൻ വൺ നീക്കി നോക്കിയില്ല. Percentage shots has been this group's specialty. On your screen now are this month's field goal percentage leaders. In the third spot, Mason Plumlee. It would be hard to imagine him shooting the ball much better. ഇങ്ങോട്ട് ഇതൊക്കെ സ്കിപ്പ് അടിച്ചു വിടാം. നമുക്ക് കളി തുടങ്ങാം. Fire. The Nets have gone ഒരു even 3-point 50% എറിഞ്ഞു from the നോക്കിയാലോ? floor here in the third quarter. 4 of 8. Inside. യാ With the ബാസ്കറ്റ് bucket. പൊളി. And the Nets lead by 2. And so far in the നമ്മൾ second half, lead this has ആണ്. been a different kind of game than what we saw early on. No question about it. I mean, these teams are really battling hard now. ഡിഫൻസ് എടുക്കണം മര്യാദക്ക്. From Plumlee. Here's Stewart. Makes it off the glass. അവന്മാരിട്ടു. Stewart's got 6. Yeah, good looking bounce pass to set up that one. Here is Harden. He's got 7 to the inside.
here's Brown. Now the pass to Claxton. Outside, Green. Kicks it out to Harden. This one for three. Okafor. That's the miss. I admire the fact he's trying to power through this rough stretch, but on occasion you'll have periods like this. Stewart's got his third basket of the night. It's never easy trying to keep him off the glass. He's an absolute beast down there. I love when Harden uses that great leaping ability to finish with power. And so it's Detroit with the ball. Now here's 6 points for him. They get it back. Great positioning on big time put back there. What a great motor on this guy. There is no one who goes after those rebounds harder. And night in and night out, that's what he provides. Pass to Shamet on the wing, Brown. Outside, Green. On the wing, Harden. Three-pointer. Okafor's got his fourth rebound in this one. Joseph with the ball, and it's Harden picking him up. Boy, and that is a bunch of rebounds for a player who's not the biggest guy out there. And this will be the last possession of the quarter if they're patient. Yeah, they've got to hold for the last shot here. Plumlee with it. Gains possession. 2 സെക്കൻഡ് ഇതിൽ ഞാൻ എങ്ങനെ ബാസ്കറ്റ് ഇടാനാ? ഇവൻ ഇവിടെ വല്ലതും കൊണ്ടേ നിർത്താം. പോയി. ലാസ്റ്റ് ഞാൻ ബസർ ബീറ്റർ അറിയാന്ന് വിചാരിച്ച. ഇനി ഒരു ക്വാർട്ടർ കൂടെ ഉണ്ട്. തേർഡ് ക്വാർട്ടറിൽ അവന്മാർ ലീഡ്. We'll take a quick break, then get you back to the action. And now we have a moment to reveal our State Farm. And the definition of teamwork right there, guys. I mean, great communication between them. Practice and for me, next to the big-time alley-oops and highlight passes like that are probably sweet-looking NBA Well, this has been a great contest so far, and I imagine the fourth quarter could have even more action in store for us. Smith is out there with Diallo. In at the 3 slot. That's the group for Detroit right now. To the left wing. And here's Diallo. Count the basket. Defense quarter started here with a bucket for Detroit. It's been like this all night for both teams. The offenses having their way. Any lull in the action so far has been short-lived because there have been nothing. 3-3 ഉള്ളിൽ വെച്ചട്ടെ critical juncture. Smith the pass to Bay. Uses the glass to finish the layup. They're going to have to come up with too much speed. Jeff Green on the wing. Back to Irving. Passes it to KD. The score is a 6th bucket from the floor with that one. 4 minutes കൂടി ഉണ്ട്. 1 point അമർ ലീഡ് ആണ്. But he makes the hard look easy. He's focused in traffic there, even under heavy pressure. Time called here. The Pistons. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാ പോലെ ഇറക്കണേ? And as expected, Kevin Durant sitting out all of ബാസ്കറ്റ്ബോൾ ഇങ്ങനെയാണ് കേട്ടോ. ഈ കറക്റ്റ് ഈച്ച് വന്നാലോ അല്ലെങ്കിൽ ഒരു ടീമിന്റെ ലീഡ് പോയാലൊക്കെ അവർ അപ്പ ടൈം ഔട്ട് വിളിക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാ ഇറക്കുന്ന പോലെ ഗെയിം പ്ലാന് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ അപ്പൊ 5 അല്ലേ കളിക്കത്തുള്ളൂ. വേണം. And it was absolutely a no-brainer for Kevin to sit out the season. That type of injury, you give it all the time you need, and the Nets knew that. They knew when the deal was done that he was going to most likely miss the season. And yet, they did the right thing, and
When you have a guy like And KD, I'm on a top. you want to make sure you're not rushing him back. You want him fully Amara ready. ball on a dual top. We've got an update here, so let's check in with David Aldridge reporting from the sideline. Thanks, guys. I got a chance to hear Dwayne Casey talk to his team, and he's pushing them to empty the tank. He said, "I know you're tired, and it's been a tough game. You can't hold back. If you're tired, come out. Otherwise, I want you full speed." basket free side throw idumbo defense എടുക്കുന്നതിന്റെ പാളി പോവാറുണ്ട്. Now here's Ellington. He's covered by Irving. Here's Diallo. Oh, foul to basket. He's got a free throw coming up as well. हमारे पार हो One of the stories നമ്മൾ 4 പോയിന്റ് ഡൗൺ has been all of those second chance points. I mean, they have been ഇട്ടില്ല on the offensive backboard. Nets trail by 3. Harden the pass to Griffin. Grant against Durant. Basket is good. The assist from Harris. Harris has got 3 assists now in this one. And Joe Smith with it. He'll bring it up for Detroit. Fires the 3. No good that time. And it's the Nets taking it the other way. You know, even though they're on top in this one, you'd like him to be better out there because he's capable of being better. It sure would make things a lot easier, too. Here's Durant. Foul to basket. Gets the bucket anyway, so a 3-point play chance for him. ഇത് ബാസ്കറ്റ് വീണാല് നൈസ് ആയിരിക്കും. The offensive approach has been നമ്മൾ ഒരു പോയിന്റ് so far for Brooklyn. Fantastic passing. We saw it in the first half, and it's carried over here in the second. They've also jumped on any opportunity they've had to attack the basket tonight. I mean, excellent penetration. The Pistons trailing. And there's the pass to Smith. rebound എടുത്തില്ല. Grant down low, guarded by Harden. Smith, no luck. That's exactly the look they wanted, guys. Right guy, right play, wrong result. Goes down 2 basket points. 63-59. ഈ ലീഡ് കളയാണ്ടിരുന്നാല് നമുക്ക് ജയിക്കാം. 3 മിനിറ്റ് കൂടെ ഉള്ളൂ. Yeah, you know what? I agree. I mean, they're showing a bunch of fortitude here, keeping this game tight. ഇവന്മാർ ഇനി ഇവിടെ ഇടുമ്പോ നമ്മൾ അവിടെ ഇടണം. ഇല്ലെങ്കിൽ ബാസ്കറ്റ് വീഴില്ല. No backing away from the big moment from Smith. ഇതെന്ത് സീനാണ് ഇവര് ടൈം ഔട്ട് വിളിക്കുന്നത്? ഓടിച്ചിട്ട് ഇതിനകത്ത് ജോടാനൊന്നുമില്ല. Now let's take a look at the New Balance Player of the Game. Player of the Game. ആരാണ്? The shooting percentage, how about all the way in the 60s? കെവിൻ ഡ്യൂറന്റ്. Shows how deadly he can be when he's feeling it. And as locked in as he was, they were trying to feed him as much as possible. But he never got out of control. Player of the Year. He kept his head and just stayed patient. The Nets have gone 5 from the field to start the fourth quarter on a roll. Irving drives in. foul to അസിനടുത്തത്. പൊളി. ഇത് നമ്മൾ ജയിക്കും. എന്റെ മോനെ പൊളി. ലുക്ക് നോക്കി കിടന്ന് വിസർപ്പൊക്കെ കേട്ടോ മരിക്കുന്നത് കേട്ടോ. എന്റെ മോനെ ഇത് വീണ അത് വീണില്ല പണിയാ. പൊളി ലീഡ് കളയാണ്ട് പിടിക്കണം. നമുക്ക് ജയിക്കണം. 2 മിനിറ്റ് 2.5 മിനിറ്റ്. അയ്യോ ഒരാവശ്യമില്ലാണ്ട് ഫൗൾ ചെയ്ത്. അവർക്ക് ഫ്രീ ത്രോ ആണോ അല്ല സൈഡ് ത്രോ? ഒരാവശ്യമില്ലായിരുന്നു. ഞാനത് നോക്കിയില്ല. ഞാൻ ആ സ്വിച്ച് മാറി. Here's Smith over Harden. That is good. And the Nets lead. ഫീലില്ല, നമ്മളവിടെ പറഞ്ഞ് ഇട്ടാ മതി. പ്രശ്നമുള്ള കാര്യമല്ല. Yeah, Smith makes you pay when he gets inside. Despite not being that big, he's got a lot of game in the paint. Contact on the shot, so he'll be കോൺടാക്ട് ഷോട്ട്. അമ്പലേപ്പ്. അവന്റെ വിസർപ്പൊക്കെ കണ്ട സൈഡിൽ കയ്യിൽ നോക്കി ഒലിച്ചിരിക്കുന്നത്. വിഷയം. ഫസ്റ്റ് വീണ് ഒന്നുകൂടി വീണോ എന്നാലേ ലീഡ് പോകാണ്ടിരിക്കും. വീണില്ല. Guys, that was critical. I mean, that's what we're used to seeing out of him. Moments like this.
Harden against Smith. Smith scene ആണല്ലോ. ബോൾ എടുക്കാം. 1:58 left in the fourth quarter. ബോൾ കിട്ടി. With the second effort, the rebound by the Nets. Harden the pass to KD. Oh, short. Follow the ball to Polly. നമ്മൾ കളി തുടങ്ങി മോനെ. അവർ ചാടുന്നു. Polly. Nice. ഈ ശവ കരയോ പാവം. എന്താ മോനെ. ബാസ്കറ്റ് വീഴണ എല്ലാം പോകും. വീട് എന്റെ മോനെ 71-61 നമ്മൾ ലീഡ് പിടിച്ച് ബോർഡ് കിട്ടിയില്ല. അടുത്ത കൗണ്ടർ അറിയും വിഷയാണ്. I wonder if switching baskets really threw him off. I mean, because he can't get anything to fall this half. എന്റെ മോനെ കഴിവിങ് വിഷയം. കയറി നൈസായിട്ട് ഷോട്ട് എടുക്കുന്നുണ്ട്. 73 ഇറങ്ങും. 10 പോയിന്റ് ലീഡ് നമ്മൾ. ഈ എടുത്തില്ല. തിരിച്ചോ. പോസ്റ്റ് പ്ലെയർ. നമുക്കൊരു 3 എറിഞ്ഞ് നോക്കിയാലോ? പ്രശ്നമാവൂ. To KD. Pass to Irving. Irving double team. He blocked it and deflects off the backboard. Boy, that's a tough take there by Durant. He gets off the body പൊത്തി വെച്ചാ തോന്നുന്നു. Coming into play there and he's able to draw the foul as a result. റിപ്ലൈ കാട്ടെ. കോച്ച് അങ്ങോട്ട് മാറിയിരിക്ക. ബാസ്കറ്റ്. Yeah, you look at Durant's numbers 50 40 90. He's made that club multiple times. One of the few players 75-65 മോനെ 10 പോയിന്റ് 51 സെക്കൻഡ് കളി തീരെ virtually every year. പിടിക്കണം കളി പിടിക്കണം. The Pistons decided to talk it over. They're behind by 10. 51 seconds left in the fourth quarter of this one. ഡാൻസ് ഒന്നും വേണ്ട, നമുക്ക് കളി ജയിക്കാൻ നോക്കാം. എന്റെ മോനെ സ്റ്റേഡിയത്തിലും പ്ലെയേഴ്സിനെ കാണാൻ നൈസ് ലുക്കാണ്. അവന്മാർ ഓടി നിൽക്കുന്നു. 3 എറിഞ്ഞു വിഷയം. I'm going to credit the screen. I mean, that's a good strong pick he lays there. Irving double team. Outside, KD. Kicks it out to Harden. Back to KD. 5 on the clock. Good. Yeah, nice shot. And the Nets. അവന്മാർ 3 എറിഞ്ഞു. അവന്മാർ മിക്കവാറും ഇനി വന്ന് 3 എറിയത്തുള്ളൂ. അവരെ കയറ്റിടുക്കണം ഡിഫൻസ്. Drive by Smith. Passes it to Ellington. Off the mark there with a three-point shot. ഫ്രണ്ടിൽ നിന്ന് മാറി. Here is Durant. By KD. കെവിൻ ഡ്യൂറന്റ് ഒരു രക്ഷയില്ല. എനിക്ക് വയ്യ. 6 സെക്കൻഡ് നമ്മൾ കളി ജയിച്ചു. Yeah, what a time to put the hammer down. Any hope of a comeback diminished. Guys, അപ്പോൾ നമ്മൾ കളി ജയിച്ചു. 79-68 11 പോയിന്റ് ലീഡ്. കൊള്ളാം. ഫൈനൽ എന്താ നോക്കട്ടെ സംഭവം. ഓടിച്ചു വിടണ്ട. അവന്മാരൊക്കെ കൈ കൊടുത്ത് പിരിയാണ്. ഇവനല്ല MVP അടിച്ചേ. ഇവിടെ നോക്കിയിരിക്കുന്നു. Thanks, Kevin. Kyrie, we're at an early part of the season, but what did you want to accomplish tonight? David, thank you as always. Thank you for joining us. That'll do it for now. Highlight undo, highlight നോക്കട്ടെ. This is Kevin Harlan. Thanks for watching the NBA on 2K Sports. So long, everyone. Tap. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നമുക്ക് കിട്ടിടിക്കാം അല്ലേ? ഇനി അടുത്ത കളിക്കാം. നമുക്ക് പൈസ കിട്ടിയോ? പൈസ ഇവിടെ കാണുന്ന പോലും
Very heavy team on the game. It would mean a lot to have my This shoe in one the no game because that. Okay, skip പിടിക്കുക. എന്താ തല്ലി പൊട്ടിക്കുന്നു? ഓ നമ്മുടെ ഹോം കോർട്ട് എനിക്ക് വയ്യ. നമ്മുടെ പ്ലേയേഴ്സ് ഇറങ്ങുന്നുണ്ട്. Hello, basketball fans. You've got it on 2K Sports as we get set to bring you an exciting. And we've got time for a quick. Kevin, thank you. He is indeed, DA. Thank you. ഓ സ്റ്റേഡിയം നോക്കി നമ്മളെ Check out the standings out west already. നമ്മള് ബെസ്റ്റ് അല്ലേ? ഇവരെ പീസ്റ്റ് Look at ആയിരിക്കും. the Pelicans. So far, ഇവനെന്താ they've കാണുന്നേ? got the fourth best record in the conference. And I think for Jumbo. they played some എടുത്തിട്ട് നമുക്ക് ക്യാമറ മാറ്റാം അല്ലേ? they have to consider this season to be a success അയ്യോ കിട്ടിയില്ല. in terms of where they They are won. at this point. Yeah, they're certainly in better shape than I thought they'd be at this stage of the season. And by now we know when they're at their best, they can compete with any വിഷയം team in കളിയാണ് the കേട്ടോ. league. Now let's take a look at the starters for New Orleans. Bledsoe is out there with Lonzo Ball. And then there's എന്റെ മോനെ ഫസ്റ്റ് ആണ് നമ്മൾ Brandon Ingram. And it's Johnson in at the 4 slot. And looking at the Nets, we've got Durant, Harden out there with Irving. Then there's Griffin, and it's Harris. ഉമ്മാര് കൂളായിട്ട് എറിയുന്നു. ഡിഫൻസ് എടുക്കുന്നില്ല ഉമ്മാര്. Aggressive there with his penetration, seizing on any open space to get to the basket. And the slam by Blake Griffin. And he might be small for a center, but boy, can he jump out of the building. Here are the Pelicans with the ball. And a scorer the likes of James Harden, it seems like he's broken it down to science. Yes, footwork. Heck of a shooter. Did you look at the way you played, Kenny, as science, like we're talking about here with Harden? Not maybe as easily observed as he is, but I had a game plan. I'm going to get it from free throw line to free throw line as fast as I can. That's my first thought. I'm going to, on pick and rolls, get 2 feet in the paint. That's my second. And every inch that you give me at the 3-point line, I'm letting it go. I love that answer. I love that answer. And it's a great approach. And this guy, the game in terms of just his overall approach to scoring the basketball. And I tell you another thing, I've never seen a guy with the degree of difficulty for his complete arsenal. You never see him just get catch and shoot. Everything he has to create. Brooklyn shooting their first free throws of the game. First one falls for. In the 2007 NBA draft, it's pretty clear that Durant has lived up to the hype. This is what makes him a challenge. He will beat you from the floor, and he can also beat you from the line. Well, I've heard both you guys talk about the handle of can do with the dribble. Yeah, I think there were several. You know, and with the hand check rule, if they didn't have it the way it is, Isaiah Thomas, Tim Hardaway, Iverson, Kenny Anderson. Yeah, Kenny. Those guys would have had the freedom to dribble the way they wanted to dribble because of the lack of hand check. But Kyrie Irving is special. And the other thing that makes him special, his footwork is as good as anybody's ever played. People lose like it ain't just your handle, it's the footwork. It's his combination that's what makes him so special. That's a great point. The Nets working the ball around now. Outside Durant. Outside Irving. Shot clock at 6. And here's Harden for 3. Hands it from downtown. Such a confident scorer. As soon as Harden touches the ball, he's ready to fire.
3 minutes into this first quarter. Adams trying to free himself up. That one is good. He's only missed one shot of his 6 taken on the floor. I'll tell you, this guy is proving to be a problem for the defense. In this quarter, he has been special. Well, Kenny, you've played with so many all-time great players, one of which was Hakeem the Dream Olajuwon. He was a good one. Do you think we'll ever see another one just like the Dream? I don't think so. He was so unique. His ability, his footwork, his timing. He led the league in top 10 in 5 categories. Isn't that amazing? 5 categories. That's incredible. Offensively and defensive categories. It's unbelievable. Just a dominant force. If you think about him. ഹലോ ഗൈസ്, അത് പോയത് വീട്ടിൽ ചെറിയൊരു ആവശ്യത്തിന് വിളിച്ചതാണ്. അതാണ് പോയത്. സെറ്റല്ലേ? എന്താ ഇത് കളി? അതാ 16-9. ഇക്കളി നമ്മള് പൊട്ടും. കഴിഞ്ഞ കളി നമ്മള് ജയിച്ചതാ. കൈ നോക്കിക്കടാ, മരം കൊണ്ട് പാസ് കൊടുത്തിരുന്നു. Ball against Irving, the offensive rebound. Sport dunk. Quick to the punch. Good anticipation by Willie. That time owning the പിന്നെ നമുക്കും ഡങ്ക് അടിക്കാൻ അറിയാം. ഗ്രീൻ ഡങ്ക്, എന്റെ മോനെ ഗ്രീൻ ഡങ്ക്, ഡബിൾ ഹാൻഡ്. 18-11. ഇത് നമ്മൾ അവന്മാരെ ഇടിപ്പിക്കും. Here's ball. 17 points for him last game against the Thunder in Oklahoma City. അയ്യോ, സ്ക്രീൻ വെച്ച്. They grabbed their own miss. Hernan Gomez. 8 സെക്കൻഡ്, 7 സെക്കൻഡ്.
free throws coming up, and they call the shooting foul. Well, we call this high IQ and good instincts for the game, and these things Willie relies on to succeed at this level. Guys, Nicholas Claxton's checked in for Brooklyn. Andrew Shamet comes in for Harris. That one falls, so he hits both. 1:49 left to play in the first. Nowadays, it seems, less dominant centers than in the decades of NBA basketball. Kenny, you played alongside some of the great big men, including Hakeem Olajuwon. You think he'd be less or more effective in today's game? More effective, because his value would be easily shown. Because he would get more touches. There's more possessions in an NBA game now. He had ball handling skills, and he had the mid-range jump shot, so which means all he had to do is step backwards and take the threes. We used to play around and have shooting contests after practice. He would win some of those three-point shooting contests. The difference is his skill set translates. Like, it wouldn't be as, I don't think some of our other great bigs would be as good. The guys who are purely post players, because the reason would be
they got to guard the pick and roll now. Yeah. And in this era, they don't bail you out, the bigs, by letting you just go and hang out in the paint. You got to play outside that three-point line 80, 90 possessions a game. The three. Up again. It's good on the putback. Gomez has got 6. And they have owned the paint so far, and the score reflects it. I know it's early, but you have got to like the dominance down low. Right now, they are playing bully basketball. And on the way from Irving for 3, sinks the triple. This is taking advantage of analytics. Kyrie from 3 is a great bet. 35 seconds left to play here in the first. Here's Hart. He's covered by Brown. That one falls. Off to a strong start here early. 6 points off second chance buckets. Irving looking for an opening. Green kicks to Irving. Passes it to Brown. Outside Irving. Three-pointer. Gomez grabs the miss. Gomez has got his 7th rebound here tonight. Deep three-point range, and that would have counted, but his shot was off the mark this time. And so it's New Orleans. Substitution. Kevin Durant Harden ഇവരെന്നെ സെലക്ട് ആവുള്ളൂ. റേറ്റിംഗ് ക്യാൻസൽ കൺഫേം. I want to make the substitution. Yes. We'll take the next dead ball. Okay. അടുത്തത് ജോർഡാൻ ഉണ്ട്. ജോർഡാനും വേണം. ജോർഡാനോട് going into the break. Naturally a ball-dominant player. James Harden talked to... Yeah, that's the goal. That's the goal. Of course, giving their offense another dynamic. And it also helps him preserve some energy for those big moments in the big games. And welcome back to the second quarter of action. Plenty of basketball left to play, but this one has been one-sided so far. And looking at what we've seen from the Pelicans, what do you guys think? Well, when you control the glass, you control the second chance opportunities on both ends. And that's how they controlled the first quarter. I thought they were the much more physical team. Durant is out there with Brown. Then there's Landry Shamet. And it's Claxton in at center. That's the Nets 5 as we get into the second quarter. Shamet, the pass to Claxton. Nice ball movement by Brooklyn. A nice shot by Katie. Kevin Durant missing all of last year, recovering from that torn now in his first season with the Nets. What do you expect? Where's he going to go? Well, he's going to have to adjust his game. But, Greg, man, have you ever seen anybody come back? At that age? Yeah, we've seen him come back, but we've not seen anybody get back to where they were. And he's got a long way to go because of where he was. I mean, he wasn't just a great player. He was an all-time great. So I think we're all rooting for him to get there. But, you know, it's going to be a challenge. Shot clock at 3. Poke loose. A finish. Flushes it down to finish the break. Well, if you don't take care of the ball, fellas, that's
what can happen. Absolutely, Greg. That makes the turnover even more painful. At the end of the day, though, it's 2 points. Don't hang your heads. Let's get refocused and play with more patience. Now let's go to the sideline and catch up with our Hall of Famer, David Aldridge. Hey, Kevin, thanks very much. Well, Steven Adams could be the league's most physical presence. Jimmy Butler said that he is just so strong. Butler says he hit me with a screen, and I thought my life was over. Adams said his strength doesn't help with flopping. The refs are like, get up. Guys, he has a sense of humor about it, and maybe that's a counterbalance to his great physical gifts. You're right, D.A. He is strong. Thanks for that report. When Durant sees a lane open, he does not hesitate. Terrific off the dribble. You know, every player has that moment when they know it's their last season in the league. Their body tells them, the mind probably leads them in that direction. Defense Kenny, when it was time to retire? When the paycheck started coming, I was like, oh, I think it's time to give it up. No, your body, right? Oh, my body. Yeah. Oh, that was one reason. But then there's a play in basketball. And when you realize when you're young, guys don't chase you. They have that body language. They're not coming out. But when you turn around and they all have that body language. Man, the funny thing for me, being more of a defensive player, I never forget. It was a loose ball, like at half court, and I was like, I said to myself, can I get that? Time I processed it. It was gone. The young fella already got it. I went home and cried that night. True story. Time to hang him up, baby. Yeah. How old were you? I was 34. You know who the real guy made me retire? It was a preseason game. I was with Detroit. And this guy pressured me. And I couldn't really bring the ball. I couldn't bring the ball up. I couldn't bring it up. I had to let somebody else bring the ball up. He was pressuring me. I was like, it's time. Looking at the top 5 picks in the 2018 draft, Kenny, all of them have shown good play, tremendous promise. If you could choose one for your team, which one would it be? I mean, the Doncic and Young and Jackson and Ayton and if I had to go over and pick it now, there's so many of them. I mean, it's not even close. The Doncic is the only guy on that list that, when it's all said and done, he's got a chance to be a top 10 all-time player. Yeah, you know what he reminds me of? A more aggressive front. I think even more than that. To me, he's a combination. He's a combination of Larry and LeBron. Because I can see that. Magic wasn't that those two are. Like, those guys are scorers. Another thing about him, he's a better athlete and he's a tremendous rebounder. I mean, that guy is special. KD on the wing. He's covered by Ingram. No good from the wing. Well, if the defense gives him that shot next time, they could get burned. I think he's just a little bit out of rhythm. And Kenny, great to have you on the show as always. You've got to come back soon. Promise us you'll come back soon. I'm coming back next week. Good. Food down here. It's friendlier down here. It's more room, man. I can't wait to be here. Man, everything's more down here. A lot of fun to be joined by Kenny the Jet, huh? As brilliant as he is on the court, he is just as amazing off it. And you know, Kenny has this amazing knack for describing what he sees with such clarity. Rare gift. I'm glad he can share it with us. Ingram attacking, and he drops in the layup off the glass. Nice throw. Ingram's got 7 points here in this quarter. They should continue to get the ball inside. The defense struggling to contain them. Green kicks to Griffin. Here's Ingram, and slam dunk by Ingram. And no one is catching Ingram in the open floor. This guy is like a rocket. Pass to Harris.
Nets passing it around. Here's Griffin. Score it. His third straight basket in 3 tries. And despite the hot start from beyond, they've gotten away from shooting the triple. Ball, the pass to Adams. Adams scene on. Johnson with the I'll bet even they didn't think the pick would work that well. No. And they get the major league dunk out of it, too. And my question is, where was the help? Someone rotate over and challenge. Now, here is Harden. Back to Green. From past the arc. And no good on the last second attempt this time. Buzzer beater അറിയാതെ വിചാരിച്ചു പക്ഷെ അവന്റെ വീടില്ല. Halftime show. The 2K Sports Halftime Show. Cut highlight. Hey again, everybody. I'm Ernie Johnson. Shaq is here. Kenny's here. Highlight കട്ടറ ചാത്തന്മാരെ. And joining us once again after his attempt at live action analysis. മാറ ഗെയിം ഷോട്ട്. ഓമാർ ലീഡ് ആണല്ലോ. That about wraps it up. Time Guys, MRP വന്നു എന്താ അവസ്ഥ? MRP വന്നായിരുന്നെങ്കിൽ നമുക്ക് MRP കയറായിരുന്നു. And there wasn't too much drama in the first half, but maybe things will tighten up here in the second. What a game we're seeing from Kevin Durant. And you know he's going to put up points every time out, but boy, he made it look so easy in that first half. Now let's see if he continues that trend the rest of the way. He certainly has the talent and the endurance to do just that. Well, we've got a second half of basketball for you. We think it's going to be pretty good. A big comeback, though, is needed for this game to be competitive, and it probably has to happen quickly. That'll be a 5-second call. Greg, if you're a small market team, how do you convince stars that you've drafted and developed to stay and re-sign? It's a great question, Kevin. I actually think in a lot of ways it's easier today because guys, ഇപ്പം MRP വന്നിട്ട് നമുക്ക് നൈസ് ആയിട്ട് MRP കയറാം. a superstar in a small market and have the name recognition because of ഇത് നമുക്ക് പോസ്റ്റ് ചെയ്ത് നോക്കാം. MRP കയറാം. I think the biggest way to keep MRP എന്തോ അനൗൺസ്മെന്റ് ഒക്കെ is to വന്നിട്ടുണ്ട്. build ഒരു a മിനിറ്റ് നോക്കട്ടെ. championship team around them. I think എന്തായാലും കാട്ടറേ. your saving grace. If you can prove to them that you can build a championship caliber team, I don't really think that there is a reason. Maintenance. Setting the floor now. James Johnson is out there with Steven Adams. Then there's Bledsoe. Then there's Lonzo Ball. Very good, guys. MRP കയറാം. And there are a number of things that make Ingram a dominant force. But what really jumps out at you the moment you see him, the length. Few wings in league history have had a 7'3" wingspan. And these are his second and third free throws tonight. Take a break. Take a break. Sorry, guys. 2 shots. Nice stream. Very good. Guys, അപ്പോൾ MRP കയറല്ലേ? അങ്ങനെ ഇത് നമുക്ക് അങ്ങ് കിട്ടിടിയാ. MRP വന്നിട്ടുണ്ട്. അങ്ങനെ ക്ലോസ് ചെയ്യാം. ഇതപ്പം എങ്ങനെയാ MRP അങ്ങ് കയറിക്കളയാ. ഇതെന്താണ് ഈ സൈഡിലേക്ക് പോണേ? ഇവിടെ വല്ല നിൽക്ക്. എപ്പോ വലിച്ചിട്ടാണ് സൈഡിലോട്ട് ടീം സ്പീക്കർ അവിടെ. ഓക്കെ MRP കയറട്ടെ. എന്താ ക്ലോസ് ആവാത്ത?
ഇതൊരു മിനിറ്റ് സ്ക്രീൻ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഈ സെമ്മർപ്പ് ലോഡ് ആവാൻ വൻ സീനാണല്ലോ. Lit this time like a fire in a blaze, gotta burn it down. Can't be afraid to leave this out. We got this far, don't know how. I see danger in us. They know we'll burn down the night. Coming just like the sunrise. You know that we gonna let it rain tonight. We gonna let it rain tonight. We gonna let it rain like the sunrise. We gonna let it rain. Just like a spark that's breaking out. Can't make a stop, can't turn back now. We know that there's no room for doubt. No way. Just like the street lights lit this time, like a fire in a blaze, gotta burn it down. Can't be afraid to leave this out. We got this far, don't know how. I see danger in us. They know we'll burn down the night. Coming just like the sunrise. യോ ഇതെന്ത് ഉണ്ടാവാത്ത? ഞാൻ കേറിയോ അതോ കേറിയില്ലോ ഒന്നും മനസ്സിലാവുന്നില്ല. കൊള്ളാം, കേറി കേറി. എന്താ വരാത്തെ? വാങ്ങട്ടെ. എന്ത് പോലീസ്? MS കാണാൻ പറ്റത്തില്ല. ഞാൻ പണ്ടത്തെ ഓർമ്മയിൽ നോക്കിയില്ല.
നോവാക്ക് അതവിടെ ഇരിക്കട്ടെ. വേറെ അതിന് വണ്ടി എടുത്തോണ്ട് പോവാം. ഏത് വണ്ടി എടുക്കാം? ടൈറ്റൻ പറഞ്ഞത് ഇതങ്ങ് എടുത്തോണ്ട് പോവാം. ഞാൻ അതിനെ തട്ടിയില്ലല്ലോ, പിന്നെതിനത് പൊട്ടണേ. ബോട്ടൊക്കെ വർക്ക് ചെയ്യല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ബോട്ടൊക്കെ നോക്കട്ടെ. അത് ഓക്കെ. 200 ഉണ്ടായിരുന്നല്ലോ. അടിപൊളി, കൊള്ളാം, നല്ലതാ. വേഗമല്ലോ ഇതിനോ, വേഗം ആയിക്കോട്ടെ. എന്നാലും അതുണ്ട്. എന്റെ കാര്യം നമുക്ക് വേണ്ടി ഡ്യൂട്ടി എടുക്കാം. സേവ് ചെയ്യാൻ പറ്റാത്ത ഉണ്ട്. പ്ലീസ് ഞാൻ വീട്ടിൽ തരട്ടെ. ഫുഡ് കുറവാണ്, ഫുഡ് കഴിക്കട്ടെ. അല്ല, എന്റെ ജോബ് വെളിയില്ല. ജോബ് അവിടെ. ജോബ് വീട്ടില്ല. ഞാൻ വിചാരിച്ചു ജോബ് പോയോ. പെട്ടെന്ന് പണ്ടത്തെ ഓർമ്മയിൽ നോക്കിയതാ. ടീച്ചറൊന്നും ഇല്ലല്ലോ. ആദ്യം പോയി ഓൺ ഡ്യൂട്ടി എടുത്തു. ഓൺ ഡ്യൂട്ടി. അയ്യോ, ഇതെന്തോ ഇത് പ്രിൻസിപ്പൾ. ഞാൻ കേറാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു അവന്മാര്. ആരൊക്കെ ഉണ്ട് സാറേ? മിസ്റ്റർ ഡാർക്ക് ഓൺ ഡ്യൂട്ടിയെ. കോൺസ്റ്റബിൾ ഡാർക്ക്. സാർ ഇതെന്താ സാറേ? ഞാൻ കേറാൻ വേണ്ടി നോക്കി നിൽക്കുവായിരുന്നു, ഒരാൾ കേറാൻ വേണ്ടി ആയിരിക്കും. 3 പോലീസൊക്കെ വെച്ച് മെയിൻ ബാങ്ക് പറ്റും സാറേ, പറ്റും സാറേ. തോന്നുന്നു സാറേ. പഴയ സിസ്റ്റം മാറിയിട്ടില്ലല്ലോ, പുതിയ സിസ്റ്റം വന്നിട്ടില്ല. ഒരു പോലീസ് കേറാൻ വേണ്ടി മാറി നോക്കി നിൽക്കുവായിരുന്നു. നമ്മുടെ കൊച്ചുകുഞ്ഞു സാറ് വരാനായെന്ന് തോന്നുന്നു. അതാ സാറേ ഞാൻ പറഞ്ഞു, എന്റെ മുറ്റത്തെ കാവലിരിക്കും. ഒരു പോലീസ് എണ്ണിയിരിക്കും, ആവുമ്പം കേറും. കുറച്ചപ്പുറത്തോട്ട് മാറി അടുത്ത ടീം നിപ്പുണ്ട്. അടിപൊളി. സാർ ആരെല്ലാം അവിടെ എത്തി? ഏതാ വണ്ടിന്നല്ലോ അറിയോ? സാറേ വരുന്നേ ഉള്ളൂ സാറേ, വരുന്നേ ഉള്ളൂ. ഓക്കെ സാറേ. സാർ നിങ്ങളൊക്കെ എവിടെയുള്ള? പലേട്ടാണോ? പലേട്ടം വന്നോണ്ടിരിക്കുവായിരുന്നു സാറേ. ഒരു ബാറ് കാണാൻ പോയതാ, അല്ല ടാക്സി സ്റ്റേഷൻ കാണാൻ പോയതാ. ഞാൻ സിറ്റിയിലുണ്ട്. ഞാൻ അപ്പുറത്ത്. ആദ്യം നമ്മുടെ വണ്ടി ഒന്ന് സേവ് ചെയ്തിട്ട്. നമ്മുടെ മസറാട്ടി സാറേ. ടൈറ്റൻ, ഒരു ടൈറ്റൻ. ടൈറ്റന് ഞാൻ നോക്കാം സാറേ. സാറേ 3 ടൈറ്റൻ. 3 ടൈറ്റനാ? ഞഞ്ഞായി സാറേ, ഞഞ്ഞായി. സാർ ഒരു ടൈറ്റന് വെച്ചോ, ഞാൻ ഒരു ടൈറ്റന് വെക്കാം. സാർ ഒരു ടൈറ്റന് വെച്ചു. ഓക്കെ സാറേ. സാറേ വെള്ള ടൈറ്റന് ഞാൻ വെക്കട്ടെ?
റിപ്പയർ കിറ്റ് ഒക്കെ ഉണ്ട് എന്റെ കയ്യില്. 5 എണ്ണം ഉണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. സാറേ ഞാൻ ഒരു ടൈറ്റലിനെ വെച്ചിട്ടില്ല സാറേ. അതെന്താ സാറേ? മൂന്ന് ടൈറ്റൻ കൊള്ളാം, അടിപൊളി. അയ്യോ ഇതിങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തപ്പോ അയ്യോ. എന്താണ് ഓഫീസർ? ഹലോ ഹലോ. ആ പറഞ്ഞോ. പറയാം. ഇത് മൂന്ന് വണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ? അതെ അതെ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അല്ല എന്റെ വണ്ടിയോട് കിടന്നോ, കുഴപ്പമില്ലല്ലോ. ഞാൻ മറ്റേ നെഗോസിയേഷൻ. ഓക്കെ. ഹലോ റോബോസ്, നമ്മൾ മൊത്തം എത്ര പേരുണ്ട്? നമ്മള് മൊത്തം 1 2 3 4 5 റോബോസ് 4 ഹോസ്റ്റേജ്. എന്നെ തള്ളി ഉള്ളി കയറ്റിയതാണ്, ഞാൻ പോട്ടെ. നമ്മൾ 5 റോബേഴ്സും ഒരു ഹോസ്റ്റേജ്. സാറേ ഇവര് 5 റോബേഴ്സ് ആയിട്ടുള്ളത്, ഒരു ഹോസ്റ്റേജ്. 5 പേര്. ഹോസ്റ്റേജിനോ? ഹോസ്റ്റേജിന്റെ റേഷൻ കാർഡിലെ പേരെന്ന് പറയാമോ? റേഷൻ കാർഡിലെ പേര് പറയാം. ഇതിപ്പോ കൊറേ പേരുണ്ടല്ലോ ഇവിടെ. തപ്പട്ടെ കേട്ടോ പേര്. ഗോസ്റ്റ് കിട്ടിയില്ലേ? സാറിന്റെ പേരെന്താണ് സാറേ? കിട്ടിയില്ല. ആദ്യം കുറെ കൊടുത്തിട്ടുണ്ട്, നാളെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്റെ പേര് ഡാർക്ക്. അതെ അതെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ അതെ അല്ലേ. ഓക്കെ, എന്തെന്താ നമുക്ക് വെച്ചാലോ? അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങളിപ്പോ നിങ്ങള് 3 വണ്ടിയൊക്കെ വെച്ചിട്ട് വിഷയമുള്ള കാര്യമാണോ? ഇതാ ടൈറ്റൻ സാറേ, അടുത്ത വണ്ടി. ഒരു വിഷയമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇറങ്ങണോ? ഹലോ, നമ്മള് 3 പേരാട്ടോ ഉള്ളത്. ആ 3 പേരേ ഉള്ളൂ. എളുപ്പമില്ലേ? എന്താണ് എളുപ്പമായില്ലേ? സാറേ അടുത്ത വണ്ടി. ഏത് വണ്ടി? എന്റെ വണ്ടി അവിടെ കിടക്കുന്നതിന് എന്താ പ്രശ്നം? ഞാൻ ഹോസ്റ്റേജിന് ഞാൻ മാറ്റം മാറും. അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്, അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. പോരെ? ഓക്കെ പറഞ്ഞോ. 10 സെക്കൻഡ് ഫുൾ ടൈം. ഓക്കെ സാറേ, 10 സെക്കൻഡ് ഫുൾ ടൈം. സ്പൈക്ക് ഇടാൻ പാടില്ല. സ്പൈക്ക് ഇടരുത്. ഇല്ല, ഇട്ടിട്ടില്ല. സംഭവം നിങ്ങൾ വെച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഇല്ല, നമ്മൾ ഇട്ടിട്ടില്ല. ട്രാക്കർ നമ്മൾ വെച്ചിട്ടില്ല. ട്രാക്കർ കംപ്ലൈന്റ്. വേറൊരു കാര്യം ആലോചിക്കാം. മസറാട്ടി കൊണ്ട് നിൽക്കുന്ന ഓഫീസറോടെ വൈൻവുഡിന്റെ അവിടെ. അല്ല, നിങ്ങൾ എല്ലാവരും റോബോസ്, ബാക്കിയുള്ള റോബോസ് അകത്ത് കയറിയേ. ഒരു തവണ വീലെ ടേസ്റ്റ് ഇട്ടുണ്ട്, ഞങ്ങൾ 5 പേര് ഇറങ്ങും. ഇല്ല, ടേസ്റ്റ് ഇല്ല. 5 പേരുണ്ട് ഞങ്ങൾ. എടുത്തു വെച്ചിട്ടുണ്ട്. പോരെ? ടേസർ എടുത്ത് പോക്കറ്റ് ഇട്ടിട്ടുണ്ട്. പോരെ? പിന്നെ അടുത്ത കാര്യം, ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മാറിയിരിക്കണം. 10 അടി മാറിയിരിക്കണം വണ്ടി ഇറങ്ങിയിട്ട്. സാറേ, വണ്ടിയിൽ നിന്ന് ഇറങ്ങി 10 അടി മാറിയിരിക്കണം. 10 അടിയാ സാറേ? 3 പോലീസ് വന്നതും പിന്നെ 10 സെക്കൻഡ് കൂൾ ഓഫ് ടൈം. പിന്നെ അവസാന വാണിംഗ് ആണ്. സാറേ, അവര് ടയർ ടേസ് ചെയ്ത് കഴിഞ്ഞാല് എല്ലാരും കൂടെ ഇറങ്ങി അടിക്കുന്ന പറയുന്നു സാറേ. സാർ അവര് ഇറങ്ങുവാണ് സാറേ. ഒരു സെക്കൻഡ്, ഞങ്ങൾ പൊസിഷൻ എത്തി കേട്ടോ. പൊസിഷൻ നിന്നോ. ആ, 1 മിനിറ്റ് ഒന്നും പറ്റില്ല. ഒരു 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സെലക്ട് ചെയ്യുന്നുണ്ടേ. കൈ തത്തിയോ.
ബാറ്റ്, ഫയർവർക്ക്, ഫ്ലാഷ് ലൈറ്റ്, ATM കാർഡ്, വെപ്പൻ കുപ്പിള്, സിഗരറ്റ്. ഓക്കെ വിട്ടോ 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 വിട്ടോ. സാറേ ഒറ്റയ്ക്ക് പോകണ്ട കേട്ടോ സാറേ. സാറേ വണ്ടിയിലെ പറയാ രണ്ടുപേര് വാ. ഒരു വണ്ടി അതായിരിക്കും നല്ല സാറേ. കാരണം ഇവന്മാര് ആള് കൂടുതലാണ്. ആള് കൂടുതലാണ്, കണ്ടൈം ചെയ്യും. അയ്യോ പോലീസ് വണ്ടി ഇടിച്ചു പൊളിക്കാൻ നോക്കണേ സാറേ. പോരാ സാറേ, ഞാൻ മെയിൻ ബാങ്ക് തപ്പുവാണേ ഉള്ളില്. വെയിറ്റ് ഇവിടെ എവിടെ ഇല്ല സാറേ. സേവർ സാർ ഡൗൺ. സാറേ വണ്ടി ഇടിച്ച് പൊളിക്കുവാന്ന് പറഞ്ഞില്ലേ സാറേ? ആരും ഓടുന്ന സൗണ്ട് പോലെ ഇല്ലല്ലേ സാറേ? ഈ ബാക്കപ്പിൽ വാ സാറേ. സാറേ വരാം വരാം. ഞാൻ ഏറ്റവും അടിയിലൂടെ വന്നു അവിടെ സാറേ. അല്ല സാറേ കാരണേ. സാറേ സാറേ ഏത് വണ്ടിയുടെ പുറകെയാ? ഞാൻ തിരിച്ചു വരും സാറേ. മെയിൻ ബാങ്കിനുള്ളിൽ പൈസ ഇല്ല. ഇങ്ങ് വാ സാറേ, ഇങ്ങ് വാ. ഇവന്മാരെന്താ അനങ്ങാ നിൽക്കുക? അയ്യോ തിരിച്ചു കേട്ടോ. മുകളിലോട്ട് കയറണേ. ഓട്. സാറേ എത്തിയോ? ഇല്ലില്ല, ഞാൻ ഇവിടുന്ന് വണ്ടി എടുക്കുന്നേ ഉള്ളൂ. വാ സാറേ, വാ. ഇവിടെ അടുത്ത ടീം വന്നു സാറേ. ഈ ബാക്കപ്പ് ഇതായി. സാറേ ആ പെലോട്ടോ പോകുന്ന ടൈറ്റിനാണോ? എനിക്ക് ഇതുണ്ട്, ട്രാക്കറുണ്ട് സാറേ. ട്രാക്കറുണ്ട്. പലാറ്റോ അല്ലേ സാറേ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ പലാറ്റോ പോവാൻ. ഓക്കെ. അത് തന്നെ സാറേ. സാറ് വാ. വന്നു സാറേ, വന്നു. ഇനി വിഷയമില്ല. താഴെ പോയില്ല. മേളില്ല സാറേ, മേളില്ല. പെലട്ടാ സാറേ. സാറേ റിപ്പയർ ഷോപ്പിൽ കയറ്റരുത് സാറേ. ഇവിടെ വെച്ച് പെട്ടെന്ന് സേവിയർ സാറ് ബാക്കപ്പ് ഇടുന്നു സാറേ. പോയാലോ? അങ്ങോട്ട് പോയാലോ? എന്തോ സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. സേവിയർ സാറേ. സാറേ പോട്ടെ. സാറേ സേവിയർ സാർ ബാക്കപ്പ് ഇടുന്നു. പോയാലോ? സാറേ എന്തുപറ്റി സാറേ? സാറൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് പറ സാറേ. വിഷയമാണോ ചേസാണോ? സാറേ ഗണ്ണൈമാണ്. മറ്റേതൊന്നും ഇടാവോ സാറേ? ഇവിടെ അടുത്താണല്ലോ സാറേ. പോയാലോ? സാറേ എന്ത് ചെയ്യണ്ടേ? ഉമ്മാരിതേ പോകുന്നു. എന്ത് ചെയ്യണ്ടേ? കൺഫ്യൂഷൻ സാറേ. സേവിയർ സാറേ എന്തേലും പറ സാറേ. ഒന്നിങ്ങോട്ട് വന്നു. വരണോ സാറേ? വാ. സാറേ ഞാനും വരണോ? ഡാർക്ക് സാറേ ഞാൻ ഇവിടെ പുറകെ പോവാണേ. ഞാൻ പോവാം സാറേ. ഞാൻ അങ്ങോട്ട് സാറേ പോയിട്ട് ഞാൻ പുറകെ പോവാ. സാറേ ഇവന്മാര് ഗണ്ണയും ചെയ്യാൻ നോക്കണേ. ഇല്ലില്ല ഉമ്മാരെ ഞാൻ വണ്ടിക്കടി ഇടിക്കത്തില്ല. ഞാൻ ഉമ്മാര് ട്രാക്കർ പോകാണ്ട് പുറകെ പോകുന്നേ ഉള്ളൂ. അതാവും സാറേ. ഒന്ന് സാൻഡി വാ സാറേ. സിറ്റുവേഷൻ മെയിൻ ബാങ്ക് സാൻഡി ഉമ്മാര് ഇത് എത്തിയതാണ് സാറേ. മെയിൻ ബാങ്ക് എത്ര പേരുണ്ടായിരുന്നു? നമ്മള് 4 പേര്. അല്ല 3 പേരേ ഉള്ളൂ. സാറോടെ 4 പേരാവും. വരുവോ സാറേ? വരുവോ? എത്തി. ദൗസ എന്റെ ബാക്കപ്പ് ഇട്ടോ. ഞാൻ പറയാം. സാൻഡി ഗ്യാരേജ് വരെ.
അതാ വരുന്നു സാറേ. സാർ സാൻഡി കയറി വേമ്പോ. സാറേ അവന്മാര് ചില്ലിയാട് പോകുന്ന വഴിയേ പൈലോട്ടൊക്കെ വരും സാറേ. പൈലോട്ടോ സാറേ പൈലോട്ടോ അല്ല സാൻഡി തന്നെ വരാം. അവന്മാര് ഓഫ് ചെയ്തു സാൻഡി വരും സാറേ. സാറേ വേമ്പോ സാറേ ഉമ്മാരെ എന്നെ ഇടിക്കാൻ വേണ്ടി നോക്കാം സാറേ. വേമ്പോ സാറേ ഞാൻ ജയിലിൽ എത്തി സാറേ. സാറേ വേഗം പറഞ്ഞേ. സാറേ സാറേ വേമ്പോ അമ്മാരെ വണ്ടി പോകുന്നു വേമ്പോ. സാറേ വേണ്ട ജയിലിൽ അവിടെ കറക്റ്റ് എത്തി സാറേ. ആ സിറ്റുവേഷൻ എന്തായി അവിടെ എന്തായി? വണ്ടി പോയി. ആളെ കിട്ടി സാറേ. കിട്ടിയോ? കിട്ടി സാറേ ബാക്കപ്പ് ഞാൻ വരാം. അതെ ഹക്കീം ഹായ് ബ്രോ. എന്താണ് എന്നിട്ട് ഒറ്റയ്ക്കൊക്കെയാ വരുന്നേ? ആരെല്ലാം കൂട്ടിക്കൊണ്ട് വരണ്ടേ? Today cold ഇപ്പോൾ മാറി. എന്തുവാടെ എനിക്കൊന്നും മനസ്സിലായില്ല. 2 ദിവസം സീനായിരുന്നോ നമ്മുടെ സാറേ? വാ സാറേ വണ്ടി മറിഞ്ഞു കിടക്കാം. ചെക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ഒരാളെ കൊണ്ടുപോകാനാണ് സാറേ. വണ്ടി ഒന്ന് ഇടിച്ചു നോർത്തിട്ടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ സാറേ എത്തിയായിരുന്നോ? ഇതെന്താ ചെയ്യണ്ടേ? ഇവരെന്തായാലും സാറേ വണ്ടി ഇടിച്ചിട്ട് നിർത്താണ്ട് പോയില്ല. ഇവിടെ തന്നെ നിന്ന് EMS ഒന്ന് റിവൈവ് ചെയ്തു. ഇവിടെ തന്നെ നിന്ന്. അപ്പൊ ഇവരുടെ ഭാഗത്ത് കാരണം അവര് ചെയ്തത് ഓക്കെ, അവര് റോബറി ചെയ്തു. പക്ഷെ അവര് എന്നെ മനഃപൂർവ്വം എന്നെ കൊല്ലാനുള്ള അവരുടെ ഇന്റൻഷൻ ഇല്ലായിരുന്നു. എന്താ ചെയ്യണ്ടേ സാറേ? ശിക്ഷ കൊടുക്കേണ്ടി വരും സാറേ. നമ്മളെ ഇതിന്റെ ശിക്ഷ കൊടുക്കണം. റോബർ ചെയ്തതിന്റെ ഫൈനും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. അല്ലാതെ നമുക്ക് കില്ല് ചെയ്തതിന്റെ ഫൈനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് ഞാനും പറഞ്ഞത്. എന്താ ചെയ്യണ്ടേ? അവരെ കൊണ്ടുപോയിക്കോ സാറേ, എന്തായാലും കൊണ്ടുപോയിക്കോ. എന്തോ സാറേ പറ്റിയേ? ഹലോ പറഞ്ഞോ സാറേ. മറ്റേ പലാറ്റ എന്തായി സാറേ? സാറേ പെലട്ടല്ലേ ഒരാളെ കിട്ടി സാറേ. സാൻഡിന്നുള്ള നമ്മൾ പുറകെ പോയത് കിട്ടിയോ സാറേ? അതിൽ 2 പേരുണ്ടായിരുന്നല്ലോ സാറേ. 2 പേര്. എനിക്ക് ഒരാളെ കിട്ടിയുള്ളൂ. ഒരാളെ വണ്ടി ഉണ്ടായിരുന്നു. ഒരാളെ എവിടെയോ ഇറങ്ങി സാറേ. ഒരാളെ കിട്ടിയോളൂ. ചിരിക്കണേ. ഹലോ സാറേ. സാറിന്റെ പേര്? മിസ്റ്റർ.ഡാർക്ക്. സാറേ അത് അടുത്ത ആൾക്കാർ വന്ന് മെയിൻ ബാങ്കിന്റെ മുമ്പേ ഇരിക്കുന്നു. സാറേ ഈ ടൈറ്റൻ എന്ത് വേണം സാറേ? അത് ടൈറ്റൻ മെയിൻ ബേഡി കൊണ്ടുപോകും സാറേ. ഓക്കെ സാറേ. മെയിൻ ബാങ്കിന്റെ ഫ്രണ്ടിൽ അടുത്ത ടോക്കൺ എടുക്കാൻ ആൾക്കാർ നിപ്പുണ്ടേ. ഓക്കെ സാറേ. ഹോസ്റ്റൽ ഉണ്ടോ സാറേ അവർക്ക്? ടോക്കൺ എവിടെ സാറേ കൊടുക്കുന്നത്? ഇത്രയും
ഹലോ ഹലോ ഡ്രസ് ഒന്ന് ഊരണേ. മാസ്ക് ഒന്ന് മാറ്റണേ. മാസ്ക് സെർച്ച് ചെയ്യണേ. അതിന് ഡ്രസ് ചോദിക്കുക. എന്നാ പിന്നെ ഡേറ്റ് വേണമെങ്കിൽ എടുക്കുക കേട്ടോ. ശരി എന്നാ ഷോർട്ട് ഗണ്ണിങ് എടുക്കുവാണേ. സാറേ ഞാൻ എന്റെ വണ്ടി കത്തി എടുക്കുക കത്തി. അതെ സാറേ, പക്ഷേ ഇവിടെ നമുക്ക് ഇപ്പോഴും ഇൻബോണ്ടി ആളില്ല. ആരെങ്കിലും വന്നാലേ കാര്യം നടക്കത്തുള്ളൂ. ഡ്രില്ലിങ് എടുക്കുക കേട്ടോ. സാറേ കൊണ്ടുവന്നു കേക്കണ്ടല്ലോ അല്ലേ? കിട്ടിട്ടുണ്ടല്ലോ. ഡ്രില്ല് എടുക്കുവാണേ. പിന്നെ പുതിയ ടാസ്ക് സ്റ്റേഷൻ കണ്ടോ? ഇല്ല സാർ, നമുക്കൊന്ന് പോയാലൊന്ന് കാണണ്ടേ? എനിക്ക് കണ്ടില്ല. ഫൈൻ ഉണ്ട് കേട്ടോ, ഫൈൻ. സാറേ ഞാൻ ഈ വണ്ടി കൊണ്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് സാർ. സിവിലിയൻ ഫൈൻ ഉണ്ട് സാറേ. ഇതിനകത്ത് കയറ്റിയിടുവാണേ ഈ വണ്ടി. പിന്നെ ബാങ്കിന്റെ ഫൈൻ ഉണ്ട് സാറേ. ഒന്നുമില്ല സാറേ, മെയിൻ ബാങ്കിന്റെ ഇത് മാത്രം കൊടുത്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല. രണ്ടുപേരുണ്ടല്ലോ സാറേ. ഞാൻ ഡ്രസ് പറഞ്ഞോ കേട്ടോ, ജയിലിൽ വിടുവാണേ. ആളില്ലേ സാറേ കൊണ്ടുപോയി? ഹലോ കൊണ്ടുവന്ന് ഇനി നോക്കുന്നുണ്ടേ. വരി വരിയായിട്ട് ഒന്ന് വിട് സാറേ, ഓരോരുത്തരായിട്ട്. എന്നെ ലൊക്കേഷനിലോട്ട് എന്ന് നടക്കും. എന്നെ വണ്ടി അവിടെ കിടക്കണം. സാറ് വന്ന് ഒരാളെ വിട്. സോറി. ജയിലിൽ വിടുവാണേ. മറ്റേ ആളവിടെ സാറേ ഡ്രസ് മാറാൻ പറഞ്ഞ ബാക്കി നിക്കറി നിർത്താവന്മാരെ. പിന്നെ പാവ സാറേ, നമ്മളെ സാറിനെ ഇടിച്ചിട്ടൊന്നും അവിടെ വെയിറ്റ് ചെയ്തവന്മാരല്ലേ. നിക്കറി നിർത്തിയില്ലേലും കുഴപ്പമില്ല. ശരൺ സാറേ, നമ്മുടെ ചേസ് ചെയ്ത വണ്ടിയിൽ രണ്ടുപേരുണ്ടായിരുന്നു സാറേ. രണ്ടുപേരുണ്ടായിരുന്നു സാറേ. അതിൽ ഞാൻ സാറിനോട് ബാക്കപ്പ് വിളിച്ചത്. കാരണം ഇവന്മാർക്ക് ഗണ്ണയും ചെയ്യാനൊക്കെ ആയിരുന്നു പ്ലാൻ. ആയിരിക്കുമല്ലോ. എന്താണ് വേസ്റ്റ് ബില്ലൊക്കെ ഇവിടെ കിടക്കണം? അയ്യോ, വണ്ടി അൺലോക്ക് അല്ലല്ലോ. ന്യൂ ടാക്സി സ്റ്റേഷൻ വന്നിട്ടുണ്ട്, അത് പോയി കണ്ടു നോക്കാം. റോബറി വരും കേട്ടാ സാറേ. ഞാൻ ടാക്സി സ്റ്റേഷൻ കണ്ടിട്ട് വരാം സാറേ. സാറേ ക്യാമറ നോക്കട്ടെ. സൈറിനൊക്കെ ഇട്ടിട്ട് അങ്ങ് പോവാ. ലൈറ്റ് ഇട്ടപ്പോ ഒന്നും കാണുന്നില്ല, അപ്പൊ ലൈറ്റ് ഓഫ് ആക്കില്ല. സാറേ ഇതെന്താ സാറേ, ക്യാമറ ഡൗൺ ആണെന്നാണല്ലോ കാണിക്കണം. അതിന് എങ്ങോട്ട് പോകണം സാറേ? ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. അതിന് എത്രയോ മണിക്കൂർ കഴിഞ്ഞാൽ സാറേ അതിന്റെ അകത്ത് വേറൊരു പ്ലേറ്റ് ഉണ്ടല്ലോ. എവിടെ ടാക്സി സ്റ്റേഷൻ? സാറേ ഇതാ ഇവിടെ വല കീറി ഒരുത്ത മെയിൻ ബാങ്ക് റോബർ ചെയ്താ എന്താ ഇവിടെ വന്ന് നിക്കുന്നത് കേട്ടോ. സാറേ സാറേ പറഞ്ഞോ
സാറേ മെയിൻ ബാങ്കില് 2 പേരുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ സാറേ ഒരു ടൈറ്റനില്? അതില് ഒരാൾ ഇതാ ഇവിടെ ഉണ്ട്. ഇങ്ങ് വന്ന് പുള്ളി. ഓക്കെ ഓക്കെ സാറേ മെയിൻ പീടിയിൽ ആരെല്ലാം ഉണ്ട് സാറേ? ഞാൻ ഉണ്ട് സാർ, പറഞ്ഞോ സാറേ. എന്നെ ഒന്ന് ഇമ്പോണ്ട് ഇറക്കും സാറേ, ഞാൻ ആ വണ്ടി കൊണ്ടുവന്നപ്പോഴേ. വാ സാറേ. ഓക്കെ സാറേ. എവിടെ സാർ? അവിടെ ഗ്യാരേജിലോട്ട് സാറേ. ഓക്കെ സാറേ. ഞാൻ മേളിൽ നിൽപ്പുണ്ടായിരുന്നു സാറേ, ഞാൻ താഴോട്ട്. പ്രീമിയം ഡീലർഷിപ്പ്. സാറേ പെലറ്റോലല്ലേ സാറേ പുതിയ ടാക്സി സ്റ്റേഷൻ വന്നേക്കുന്നേ? എവിടെ പെലറ്റോയില്? GPS നോക്കിട്ട് കാണുന്നില്ലല്ലോ. എവിടെയാ സാറേ പെലട്ടോ? എന്താണ് നമ്മുടെ ഇമ്പൗണ്ടിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് പോകുന്നത് സാറേ. ഓക്കെ സാറേ. ഇമ്പൗണ്ട് ബാക്കി സാറേ ജോൺ സാർ വരുമോ സാറേ? ചിലപ്പോഴേ അറിയത്തില്ല, ചിലപ്പോ. ഇവിടെയാണല്ലോ ഇമ്പൗണ്ട്. ഇമ്പൗണ്ട് ബാക്കിലല്ലേ? ഇതല്ലേ SRR ടാക്സി സ്റ്റേഷൻ. ഹലോ. ഹായ്. ഹായ്, ടാക്സി സ്റ്റേഷൻ കാണാൻ വന്നോ? Of course, come sir. സേവ സാറേ. സാറേ എവിടെ സാറേ? സാറേ ഞാൻ ഇമ്പോണ്ടിലോട്ട് പോകുന്നു സാറേ. സാറേ ഇവിടെ ആരുമില്ല, ഞാൻ സാർ. നോക്കട്ടെ നോക്കട്ടെ. എന്തോ സാറേ? മൂർച്ച മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ? ഇതെന്തുവാ? മണ്ടേലോട്ടൊക്കെ വഴിയുണ്ട്. കൊള്ളാം. ഇത് ഫിഷ് ടാങ്ക് അല്ല, ഇത് ഫിഷ് ടാങ്ക് അല്ല, ഇത് ചൂട് ടാങ്കാ. നമുക്ക് എന്താ തണുപ്പത്ത് ഇങ്ങനെ വന്ന് സൈഡിൽ കായാനുള്ളതാ. ഇത് മറ്റേതുണ്ടെങ്കിൽ നമുക്ക് തീയൊക്കെ നമ്മളെ മേത്തടിക്കും. പുറത്തേക്കുള്ള വഴിയാണ്. പിന്നെ എന്തെങ്കിലും കരിഞ്ഞ മണം വരും. വരാണ്ടിരിക്കും. നേരെ ചിമിടി വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കാം ഡയറക്റ്റ് ആയിട്ട്. അതെ. പോലീസുകാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതുണ്ട്, ഇത് വന്ന് വായിക്കിട്ട് ഇവിടെ അടുത്ത് വന്നിട്ട്. എന്ത് ഇതെന്തത്? അടുത്തൊന്ന് വായിക്കാം. അടുത്തടുത്ത് മാജിക്കാ, മാജിക് സാധനം. എങ്ങനെയുണ്ട്? സ്പെഷ്യൽ സാധനം അത്. പോലീസ് സാധനം. ഇപ്പുറത്താ. പിന്നെ നൈസായിട്ട് ഞാൻ എന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് നോക്ക്. കണ്ടോ? പൈസ നമുക്കൊരു വിഷയല്ല. കണ്ട പൈസ ഫോട്ടോ കൊള്ളാം. ഈ ലെഫ്റ്റിലൊക്കെ ആരാ? പൈസ നമുക്കൊരു വിഷയല്ല. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ടാക്സി സ്റ്റേഷൻ കൊള്ളാം. അതൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാം. ഇതാരാണ്? പോലീസുകാരോ? ഹലോ. ഹലോ മിസ്റ്റർ ഓഫീസർ. ഒന്ന് കാണാൻ വന്നോ? കേറാൻ പെർമിഷൻ ചോദിച്ചായിരുന്നോ? അല്ല, ഞാൻ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി വന്ന പുതിയ സ്റ്റേഷനല്ലേ. ടാക്സി പെർമിഷൻ ചോദിക്കണം. ഇൻവിറ്റേഷൻ ആർക്കും കൊടുത്തില്ല. ഇനി വരുമ്പോ എല്ലാം റെഡിയാക്കാം. ഇങ്ങോട്ട് പെർമിഷൻ ഇല്ലെന്ന് പറഞ്ഞ് നമ്മളാരെയും കപ്പ് ചെയ്ത് നിർത്താറില്ല. കേറി കണ്ടോ? നമ്മള് വെറുതെ ആരെയും കപ്പ് ചെയ്യാറില്ല. അടിയിലും മുകളിലൊക്കെ ഉണ്ട്. അടിയിലോട്ടൊക്കെ ഉണ്ട്. ഹലോ ഹലോ ഡാർക്ക്, ഒരു ഇടി ഇടിച്ചോട്ടാ. വേണ്ട വേണ്ട വേണ്ട. ഇവിടെ എന്താ? എനിക്ക് പോലീസുകാരെ കണ്ട. ഇത് നമ്മളെ ബോക്സിംഗ് നമുക്ക് ഇടിച്ചു കളിക്കാനുള്ള സ്ഥലം. വിഷയം ടാക്സിക്കാർക്ക് സ്പെഷ്യലായിട്ട് ഇടിക്കാനുള്ള സ്ഥലം. എന്റെ മോനെ കൊള്ളാം. പണ്ടത്തെ ഒന്നും ഓർക്കില്ല. പണ്ടത്തെ പലതും ഓർക്കുന്നുണ്ട്. പിന്നാലെ വഴി കണ്ടോ?
ഇവിടെ ഒരിക്കൽ കൂടി വരേണ്ടി വരും. കോഴിയൊക്കെ എവിടെ പോണു സാറേ? സാറേ ടാക്സി സ്റ്റേഷൻ. ഞാനും പറഞ്ഞു സാറേ. വാ സാറേ, വണ്ടി കൊണ്ടിട്ട് വൈകിട്ടായി അവിടെ ബാറാണ്. ഇതെന്താ കോഴി? അതെന്താ നിന്റെ പടം? കോഴിയൊക്കെ മുകളിലാ പടമില്ല, അതേപോലെ അങ്ങ് ഒട്ടിച്ചതാ ഇവിടെ. മിന്നലടാ, നിന്റെ പടം തന്നെ ഉള്ളത്. നാടൻ കോഴി. സ്വന്തമായിട്ട് ഫേമസ് ആണ്. ഇത് പെടക്കോഴിയാണല്ലോ. ഇത് നീ അച്ചുവാണോ? സാറേ ടൈറ്റൻ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് എന്തായി? കള്ളന്റെ ടൈറ്റൻ തുപ്പി കളയുന്ന സാറേ. അത് മാറ്റി തരാം. ബാ ഒന്ന് സ്റ്റേഷൻ വരാം. ബാ മാറ്റി തരാം. വേണ കഫ് ചെയ്യും. ഗ്യാങ് ഹൗസ് ആണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേണ കഫ് ചെയ്താൽ കൊണ്ടുപോകും. തലയെടുത്ത് എത്തിക്കുമ്പോ എന്റെ മുടിയില് കത്തി പിടിക്കാണ്ട് നോക്ക്. പക്ഷെ പോരാ. അവിടെ റിസപ്ഷനിസ്റ്റ് ഉണ്ട്. അവിടെ ഇവിടെ 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 ഫുള്ള് ഒരു ഇരുട്ടാണ്. പോരാ നിങ്ങളെ പീഡിയെ കാട്ടി കൊള്ളാം. പോരാ പോരാ, പീഡിയുടെ അത്ര എത്തത്തില്ല. പീഡി കൊള്ളൂല. പീഡിയുടെ അത്ര എത്തൂല. പീഡി വൻ ശോകമാണേ. പീഡി എന്ത് ശോകം? പീഡി ഉള്ളിൽ കണ്ടവർക്കല്ലേ പറയാൻ പറ്റൂ. പുറമെ കണ്ടിട്ട് ശോകാന്ന് പറഞ്ഞ എങ്ങനെയാ? നമ്മള് പീഡി മൊത്തം കണ്ടിട്ടുണ്ട്. ആരും പറഞ്ഞ് കണ്ടിട്ടില്ല. ഇതൊന്നും ഇല്ല. പീഡി വെച്ച് നോക്കുമ്പോ ഇതൊന്നും അല്ല. പണിയൊന്നും ഇല്ലേ ടാക്സി? എന്തേര് ഹ്യൂമൻ ലാബ്. ഹ്യൂമൻ ലാബ് ഡാർക്ക് പോകുന്നുണ്ട്. ഇവന്മാര് ഹെലിയൊക്കെ ആയിട്ടായിരിക്കും സാറേ വന്ന് നിക്കണത്. നോക്കാം സാറേ. നമുക്ക് ഇവിടുന്ന് ആകാശത്തോട്ട് നോക്കി നിക്കാനേ പറ്റുള്ളൂ. പെട്രോൾ ഹ്യൂമൻ ലാബൊക്കെ അങ്ങനത്തെ കുറെ ടീമേ ചെയ്യൂ. പെട്രോൾ ഒഴിക്കട്ടെ. സാറേ ഹ്യൂമൻ ലാബ് ആളായോ സാറേ? ഇല്ല സാറേ. വാ 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 സാറേ. സാറേ ആരൊക്കെ പോകുന്നുണ്ട്? ഡാർക്ക് പോകുന്നുണ്ട് സാറേ. ശരൺ സാർ പോകുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ഉണ്ട് സാറേ. സാറേ ഞാനും വരാം. സാറേ കാർ വേണോ ചോപ്പർ വേണോ? സാറേ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പർ എടുക്കുന്നതായിരിക്കും നല്ലത്. ചോപ്പർ എടുക്കാം സാറേ. ചോപ്പർ ആണോ ഇല്ലെന്ന് അറിയാൻ വയ്യ സാറേ. എന്തായാലും എടുത്തോ സാറേ. അവന്മാര് മല കയറി പറഞ്ഞു തരാൻ ഒരാളായില്ലേ. എടുത്തെടുത്ത് ഇതല്ലല്ലോ അല്ലേ അടുത്ത വഴി. സാറേ കാറാണ് സാറേ. രണ്ട് കാറ് ബെൻസ് ആണെന്ന് തോന്നുന്നു സാറേ. അപ്പൊ എന്താണ് ഞാൻ ചോപ്പർ മാറ്റി കാറ് കയറണമെന്നാണോ? കാറി വന്നാൽ കൊള്ളാം സാറേ. എനിക്ക് കാറി വരാം സാറേ. ഓക്കെ സാർ. സാറേ ഇവിടെ കുറച്ച് മാറ്റി സ്പൈക്കം കിട്ടിച്ചാലോ സാറേ? സാറേ ഇവിടെ ഇറങ്ങുന്നിടത്ത് വേണം ഇട്ടോ സാറേ. കാറൊക്കെയാണ് ഇവന്മാര് കുറച്ച് ആവേശം കാണിച്ച ഇവന്മാര് മലയിൽ നിന്ന് താഴെ വീഴും.
അല്ല മല കയറ്റാൻ ചാൻസ് കുറവാ. ഇവന്മാരെ ഇറങ്ങുന്ന അവിടെ എന്തായാലും ചെക്ക് ചെയ്യും സാറേ. നമുക്ക് അവിടുന്ന് കുറച്ച് BMW ആണ് സാറേ ഒരെണ്ണം. സാറേ ലംബോ ഒന്ന് 2-3 ഇടി കിട്ടി കഴിഞ്ഞാൽ തീർന്നു. ലംബോ തീരെ ആർമറില്ലാത്ത. സാറേ ഏതിലാ സാറേ വെച്ചേക്കുന്നത്? വണ്ടി ഏതൊക്കെയാ സാറേ? സാറേ ഒരു BMW ഒരു ലംബോയും. സാറേ സാറേ ചെറുക്കി ഉണ്ടോ സാറേ? ചെറുക്കി ഇല്ല സാറേ, SUV. ആ അത് മതി സാറേ, എടുത്തു മതി. എന്തുമാത്രം പൈസ കിട്ടുന്നറിയോ സാറേ? കോഴിക്കട ചെയ്തു സാറേ, കോഴിക്കട എല്ലാം ചെയ്ത് അവസാനം ലോഡ് കയറ്റാൻ നേരം വണ്ടി കാണുന്നുണ്ട് സാറേ. അതിന്റെ മനസ്സ് തകർന്നിട്ടാണ് ഞാൻ ഈ പരിപാടികൾക്ക് ഇറങ്ങുന്നത്. അല്ല അതിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്നാലും നിങ്ങൾ ഇതേപോലെ കൊച്ചുങ്ങളെ കൊണ്ട് എത്ര ലക്ഷമാണ് സാറേ എന്റെ പോയത് സാറേ? അല്ല സാറേ, നിങ്ങൾ കീഴടങ്ങുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ശിക്ഷയിൽ ഇളവ് തരാം. ആ കോഴിയല്ല അല്ല താങ്കൾ എന്താ രക്ഷിക്കുമല്ലോ, താങ്കളെ രക്ഷിച്ചു കഴിഞ്ഞു. അല്ല നിങ്ങള് കീഴടങ്ങുവാണെ നമുക്ക് ശിക്ഷയിലൊക്കെ ഇളവ് തരാന്ന് സാറ് പറഞ്ഞില്ലേ? കീഴടങ്ങുവാണെങ്കിൽ ശിക്ഷയിൽ ഇളവ് വരും, ചെറിയൊരു ഫൈൻ തന്നിട്ട് പോവാം. അതെ വേണ്ട സാറേ, ഇത്തിരി ബ്ലാക്ക് ഒക്കെ വിട്ട് സാറേ. കാരണം ഞങ്ങളുടെ അവസ്ഥ മനസ്സിലായോ സാറേ? നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടിയെ ഓടിച്ചു 4500 രൂപ പേച്ചൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ 500 താങ്കൾ പേടിക്കായിരിക്കും. കരണ്ട അല്ല അത് വേറെ, അത് വർക്ക് ആവൂല, ബാറ്ററി പോയതാ. ബാറ്ററി തീർന്നതാ. സാറേ എത്തിയായിരുന്നു അടുത്ത ആള്? സാറേ ഞാൻ വരും സാറേ. എണ്ണ അടിക്കുക സാറേ. എണ്ണ അടിക്കണല്ലേ സാറേ? ടൈം ഉണ്ടല്ലോ സാറേ, 10 മിനിറ്റ്. എന്താണ് രണ്ട് വേണം സാറേ. ഇവിടെ ഉള്ള ഓഫീസർ ആരാ സാറേ? സാറേ ഡാർക്ക് ആണല്ലേ? ഓക്കെ. ഹായ് ബ്രോ, which is up? Okay bro, thank you. I've been sub. Thank you bro. Thank you. സാറേ നമ്മൾ 3 പേരെ ഉള്ള ഡ്യൂട്ടിക്ക്. 3 പേരെ ഉള്ള സാർ. ക്രയോ ഗെയിമിംഗ് ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം ബ്രോ. എന്നെ മോഡാക്കാമോ? എത്ര ചോദിക്കുന്നു? ക്രയോ ഗെയിമിംഗ് എടാ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മെയിൻ ബാങ്ക് സാറേ എന്ത് ചെയ്യണ്ടേ? ഓക്കെ സാറേ. ബാക്കി നിങ്ങൾ രണ്ടും വേണം മെയിൻ ബാങ്ക് ഒന്ന് പോയി. എടാ സബ് ആക്കാൻ നിന്റെ ചാറ്റിൽ അങ്ങനെ കണ്ടില്ല. നിനക്ക് എത്ര പോയിന്റ് ആടാ? ഒന്ന് നോക്കി. ക്രയോ ഗെയിമിംഗ്. ആ പറഞ്ഞോ. സാറിന്റെ പേരെന്നാ സാറേ? എന്റെ പേര് മിസ്റ്റർ ഡാർക്ക്. ഞാൻ വെക്കണ്ടേ? എങ്ങനെയാ ഉള്ളിൽ എത്ര പേരുണ്ട്? ഉള്ളില് ഒരാൾ വന്നാൽ മതി. ഓക്കെ അവിടെ എത്ര പേരായി? MCRP റൈഡ് തന്നില്ല. ഓക്കെ മനസ്സിലായി. എടാ മോഡാക്കാം. നീ ഉണ്ടല്ലോ ഒരു ലൈവ് അവസാനം വരെ നിക്കടേ. ഒരെണ്ണത്തിന്റെ അവസാനം വരെ നിന്നാ മതി. ഞാൻ നമ്മളെന്ത് ചെയ്യാനാ? ടൈറ്റൻ പിടിക്കാൻ നോക്ക്. ഒരു വണ്ടി ടൈറ്റൻ ചെറോക്കി പിടിക്കാൻ പറ്റുന്ന നോക്കിട്ട് ആ വണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് എന്റെ ബഹളം അതൊന്നും പറയുന്ന കേൾക്കുന്നില്ല. അല്ല അതൊക്കെ വരും, സമയമുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്നല്ലേ ഉള്ളു കാര്യങ്ങളൊക്കെ. സാറിനെ കണ്ടാലറിയാം നല്ല യോഗ്യനാണ്. വേറെ അങ്ങോട്ട് പവറായിട്ട് വരണം. ഇന്നാക്കാം. എന്താണ് സാറേ? പറഞ്ഞോ
അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. പിന്നല്ല സാറേ പിന്നെ എത്ര പോലീസുകാരുണ്ട് സാറേ? നമ്മളാകെ 1 2 3 വരുന്നേ. 3 പേരുണ്ടല്ലേ സാറേ? ഡിമാൻഡ് പറഞ്ഞ പ്രശ്നമുള്ള കാര്യമില്ല. സാറേ ഈ ഹ്യൂമൻ ലാബ് വന്നവർക്ക് റേഡിയോ 3 അറിയാലോ? ഓക്കെ സാറേ. സാറേ നമ്മളൊന്ന് റേഡിയോ 3 കയറുവാണേ. ഓക്കെ സാറേ. ഓക്കെ ഓക്കെ ഓക്കെ. അകത്തുള്ള ഒരുത്തനും കൂടെ പറയാവേ. റേഡിയോ 3 ഓക്കെ സാറേ. ഞാൻ എൻട്രൻസ് ചെറിയ സ്പൈക്ക് ഇടുന്നുണ്ട്. ഇല്ല അത് പ്രശ്നമുള്ള കാര്യമില്ല. റോങ് വഴി സ്പൈക്ക് റൈറ്റ് വഴിയിൽ ഞാൻ അവന്മാര് ചിലപ്പോ റോങ് വഴി കയറുവാണെങ്കിൽ കിട്ടും. റോങ് വഴിയിലാണ് ഇടുന്നത്. അത് നിങ്ങൾ കറക്റ്റ് വഴി തന്നെ ഇറങ്ങി പോകണം. മനസ്സിലായില്ലേ? കറക്റ്റ് വഴി പോകണം. നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള റോഡിൽ കൂടെ പോകണം. അതാണ് നിങ്ങളുടെ റോഡ്. ലെഫ്റ്റ് സൈഡിലുള്ള റോഡിൽ ഞാൻ സ്പൈക്ക് ഇടുന്നത്. TRR 404 MRP 333. മറ്റേ സാറിന്റെ പേരെന്നാ സാറേ? ഏതാ? അതാ അത് ശരൺ സാർ. ശരൺ സാർ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒത്തിരി സാറുമാരുണ്ടല്ലോ സാറേ. പിന്നെ കൊറേ പേരുണ്ട്. ശരൺ സാർ. മറ്റേ സാറേ സാറേ ഒരു ജീപ്പില് സ്കോഡില് മഹാദേവൻ സാർ. സാറ് തലമൂത്ത ടീമില്ലേ? ഞാനേ പണ്ട് ദുബായിലായിരുന്നു. പേര് ഞാൻ പിന്നെ പറയാം സാർ. സാറ് കൊള്ളാം സാറ്. കഴിഞ്ഞില്ലേ? അറിയത്തില്ല സാറേ. കഴിഞ്ഞു സാറേ. സാറേ അയ്യോ സാറേ ഒന്നും കിട്ടിയില്ലേ? കോഴിക്കടയിൽ ഇതിലും കിട്ടുമായിരുന്നല്ലോ. ഒന്നും കിട്ടിയില്ലേ? ഇല്ല പിന്നെ നമുക്ക് അങ്ങ് പോവാ. ആ കിട്ടിയത് അങ്ങ് തന്നു തരാൻ നമുക്ക് അങ്ങ് പോവായിരുന്നു. കിട്ടിയത് തന്നാലും സാറേ എന്തായാലും ഇങ്ങോട്ട് അതില്ല കിട്ടിയത് തന്നട്ടെ. ഞങ്ങൾ ചെറിയൊരു ഫൈനൊക്കെ തന്നിട്ട് അങ്ങ് വിടായിരുന്നു. വേണ്ട ഒന്നും പറയണ്ട. എല്ലാം മനസ്സിലായിരിക്കും. എല്ലാം മനസ്സിലായി. തോക്കിന്റെ ഫ്രണ്ട് ഞാൻ പറയാം. എന്നെ വേണ്ടി വെക്കല്ലേ. തോക്കിന്റെ ഫ്രണ്ട് ഞാൻ മാറിയേക്കാം. ഇവിടെ വെക്കാം. അല്ല ഹോസ്റ്റേജിന്റെ പേരെന്താ? ഓക്കെ. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഫുഡൊക്കെ കഴിച്ചില്ലേ? ചാവോ? ഫുഡ് കഴിക്ക്. അല്ല അവർക്ക് ഫുഡൊക്കെ കൊടുക്കണം കേട്ടോ. ഫുഡൊക്കെ കൊടുത്തു സാറേ. നീ സഹകരിച്ചാ ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ലേ. നീ യു വിൽ ഗോ ഹെൽത്തി ആൻഡ് ഫൈറ്റ്. ആട്ടെ ഹോസ്റ്റേജിനെ എങ്ങനെ നിങ്ങൾ പിടിച്ചോണ്ട് വന്നേ? ഹോസ്റ്റേജ് എങ്ങനെ ഇവിടെ എത്തിയേ ഒന്ന് പറഞ്ഞേ. ഹോസ്റ്റേജ് അല്ല ഹോസ്റ്റേജ് പറയട്ടെ. എന്ത്? അത് ശരി. എന്നിട്ട് മേടിച്ചു തന്നോ? തന്നൂല്ലേ? ഇറങ്ങാൻ വല്ല പ്ലാനും ഉണ്ടോ? അതെ നിങ്ങൾ ഇറങ്ങുന്നില്ലേ സാറേ? ആള് വന്നിട്ടില്ല സാറേ ഇതുവരെ. വന്നില്ലേ സാറേ? ആൾക്ക് വഴി തെറ്റിയിരുന്നു. വഴി അറിയാൻ നിങ്ങളെന്തായാലും രണ്ടുപേരും വന്നു. ഷാഡോ ബോയ് ഹലോ. ഹൈ ബ്രോ, വെൽക്കം ടു സ്ട്രീം ബ്രോ. പറഞ്ഞു. എന്റെ പേര് മിസ്റ്റർ ഡാർക്ക്. ഡാർക്ക് സാറാണോ? ഡാർക്ക് സാർ. നിങ്ങളുടെ പേരെന്താ? നല്ല മനുഷ്യനാണ്. സൗണ്ടില് പോയോ? സാറിന്റെ പേരിലേ ഉള്ളു ഡാർക്ക്. സാറ് മാന്യനാണ്. അതെ. ഇയാള് ഞാൻ മറന്നു എപ്പോഴും. ഞാൻ ഈ ഹോസ്റ്റേജിനെ സുരക്ഷിതമാക്കേണ്ടതുകൊണ്ടേ. ഒന്നും ഞങ്ങൾ ചെയ്യത്തില്ല. ഇയാളെന്തൊന്നും മിണ്ടാത്തെ? സാറേ ഓക്കെ പറഞ്ഞോ.
സാറേ എന്റെ ഒരു കൂട്ടർ ലുക്ടാപ്പിന്റെ അതേ സൗണ്ട് സാറിന്. അതെല്ലേ? ആ സാറ് അല്ല അവനുണ്ടല്ലോ ലോക കള്ളന സാറേ. റോബറി എന്നൊക്കെ വെച്ചിട്ടുണ്ടല്ല അവൻ കളിമണ്ണാണെങ്കിൽ റോബറി ഒക്കെ മര്യാദക്ക് ചെയ്തോളൂ. അതെ സാറേ. അവനിപ്പോ എവിടെ ഉണ്ട്? ആളിപ്പോ ഇവിടെ എവിടെയൊക്കെ ഉണ്ട്. അതെല്ലേ? നിങ്ങളുടെ പേര് എങ്ങനെയാ? ഞാൻ കാണൂടെ പറയാം. എന്റെ പേര് പി പ്രകാശനോ. അപ്പൊ എങ്ങനെയാ ഇറങ്ങുമല്ലേ? റോബറി കഴിഞ്ഞ് ഇറങ്ങുമല്ലേ? സാറ് ഡിമാൻഡ്സ് ഒക്കെ ഡിമാൻഡ് പറയാ സാറേ. ഇടാൻ പാടില്ല. ഇല്ലില്ല. പിന്നെ ഹോസ്റ്റേജിന് കൈമാറി എനിക്ക് മനസ്സിലായില്ല ഇവനെ. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. സാറേ 13 സെക്കൻഡാ സാറേ കൂൾഡൗൺ പറയുന്നേ. ഓക്കെ 13 സെക്കൻഡ്. വണ്ടി വണ്ടി ഈ ഫെൻസിന്റെ പുറകിലിരുന്നേ സാറേ. ആ വണ്ടി ഇപ്പുറത്തോട്ട് കയറ്റിടണേ ഈ മുകളിലോട്ടെ. ശരൺ സാറേ. സാറിന്റെ വണ്ടിയും കയറണേ സാർ. സാറ് ഹോസ്റ്റലിനെ പോകാം. കൊച്ചു കൊള്ളാലോ. ഇവന്മാരാരാന്ന് എനിക്ക് എന്താണ് സാറ് ഹോസ്റ്റലിനെ പൊക്കാനുള്ള അതെ അതെ അതെ. എന്റെ വണ്ടി അവിടെ കിടക്കും. സാറേ 2 വണ്ടി ഇങ്ങോട്ട് ഒന്ന് കയറ്റിട്ടേക്കണേ ഈ മുകളിലോട്ടെ. സാറേ ഈ മുകളിലോട്ട് കയറ്റിടണം സാറേ. ഇവര് ഗണ്ണേം ചെയ്യുന്ന അങ്ങോട്ട്. ഈ ഫെൻസിന്റെ ഇവിടുന്ന് ഈ ഫെൻസിങ് അടുത്ത് ഇങ്ങനെ ചേർത്തിട്ടോ സാറേ. ശരൺ സാറേ അമ്മാര് അങ്ങോട്ട് ഇടണമെന്നാ പറയുന്നത്. അവിടെ ഇടണമെന്നാ പറയുന്നത്. അവിടെ അതിനോട് ചേർത്തിടണം. ഇവന്മാരെ വണ്ടിയിലോട് ചേർത്താ? അതല്ല, ഇതിന്റെ അപ്പുറത്ത് ഇതിന്റെ അപ്പുറത്ത് ഈ പച്ച ഇതില്ലേ, പക്ഷെ അതിന്റെ അപ്പുറത്ത്. ഞാൻ ബ്രോയിനെ സപ്പോർട്ട് ചെയ്യാം. പിന്നല്ല, വേണം. ഗോട്ട് മീ ബാക്ക് വിത്ത് സബ്. ഐ ബീൻ സബ്. താങ്ക് യു ബ്രോ, താങ്ക് യു. സിയോൺ ബി ക്ലീൻ. സിയോൺ ബ്രോ, താങ്ക് യു. താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിംഗ്. ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒറ്റ കാര്യം കൂടെ ഉണ്ട് സാറേ. സാർ ഒറ്റ കാര്യം എന്താന്ന് വെച്ചാല് സാറേ മറ്റേ അതിനകത്ത് ഓടിക്കുന്ന ആളെ മറ്റേ കോ പാസഞ്ചർ സീറ്റിന്റെ ഡോറിന്റെ അവിടെ ഒന്ന് നിൽക്കണേ. ഓടിക്കുന്ന ആള് പാസഞ്ചർ സീറ്റ് കോ പാസഞ്ചറിന്റെ സീറ്റില്ലേ, ഫ്രണ്ട് സീറ്റ്. ഇപ്പൊ സാർ നിൽക്കണം സാറേ. ആ ഡ്രൈവിംഗ് സീറ്റിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കണം. ഓഹോ, നിക്കാൻ സാറേ. സാറേ ഞാൻ ഇത്തിരി മാറി ഇന്ന് കൊടുക്കാന്ന് പറ സാറേ. അമ്മ അടുത്ത് പോവാൻ പറഞ്ഞു. ഞാൻ ഇവിടെ ഇന്ന് കൊടുക്കാന്ന് പറ. വണ്ടി എന്താ വരാൻ പറ്റാതെ? വണ്ടി 2 ടൈപ്പ് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ കിടപ്പില്ലേ? ഇമ്പോണ്ടിന്ന് എടുത്തോ, പൈസ എടുത്തിട്ട്. ഐ തിങ്ക് ഹോസ്റ്റേജ് അവരുടെ അല്ല, ഇമ്പോണ്ട് ചെയ്തിട്ടില്ലേ? അതാ വിഷയം. ചെയ്തു കാണും. ഇല്ല. അറിയില്ല, ചോദിച്ചെടുത്തോ, പീഡിയെടുത്തോ. ഹയർ ഓഫീസേഴ്സ് ഇല്ല, അതുകൊണ്ടാ. ഹയർ ഓഫീസേഴ്സ് ഇല്ല എന്നാ ആരെങ്കിലും ഒരു പീഡി വരാൻ പറ. വരാം. സാറേ പിന്നെ ഒരു ഫോട്ടോ കൂടെ കണ്ടില്ലായിരുന്നു സാറേ. എന്താണ്? ഒരു ഫോട്ടോ കൂടെ എങ്ങാണ്ടില്ലായിരുന്നോ? ഫോട്ടോ അത് അങ്ങ് അപ്പുറത്താ. അവിടെ അത് ഇങ്ങ് കൊണ്ടിടാൻ പറ്റുമോ സാറേ? സാറേ ആ ഫോർഡും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഫോർഡൊക്കെ പോയി സാറേ. പോയില്ലേ? ഓക്കെ. അത് പോയിട്ടോ. അത് പോയി. മെയിൻ ബാങ്ക് റോബറി. നിങ്ങള് ജീവിച്ചു, പ്രശ്നമുള്ള കാര്യമില്ല. കരയണ്ട. ഫുള്ള് കരച്ചില് പിടിച്ചില്ല സാറേ. സാറേ അതെ, ആ മെയിൻ ബാങ്കിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച ടൈറ്റൻ ഇമ്പോണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് വിളിച്ചു സാറേ. പിന്നെ ഇത് പറഞ്ഞു നോക്ക്, അത് കട്ട് ചെയ്ത് തരാം. ശരിയാ, കൈമാറിയിട്ട് 13 സെക്കൻഡ് കൂൾ ഡൗൺ. പിന്നെ എന്താ, സ്പൈക്ക് ഇടാൻ പാടില്ല. മൂന്നാമത്തെ ഡിമാൻഡ് ടയർമ ടേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത്ര നേരം പറഞ്ഞ ഡിമാൻഡ് അല്ലേ കാറ് മാറ്റിയിടാനൊക്കെ പറഞ്ഞത്? ബ്രോ ഒരു ചെറിയ ഗ്യാപ്പ് മതി. ലെംബോ എടാ, ലെംബോയ്ക്ക് പക്ഷെ ഇത് കുറവാടാ, ആർമർ കുറവാ. ഇറങ്ങിക്കോ. സാർ അവരെ ഇറങ്ങും കേട്ടോ സാറേ. ഓക്കെ.
ടയറൊന്നും ഡേസി ഉണ്ട് സാറേ വിട്ടേ. BMW-ന്റെ ഡ്രൈവർ സീറ്റിന്റെ അടുത്ത് സാറേ നമ്മള് ശരൺ സാറേ ഹലോ സാറേ ഇവിടെ മെയിൻ ബാങ്ക് റോബറി വണ്ടി ചേസ് ചെയ്താണ്. ഇവര് പെട്ടെന്ന് ഈ നമ്മുടെ ബോട്ടറിനെല്ലാം അവിടെ വണ്ടി കൊണ്ട് നിർത്തി. അപ്പൊ സാറേ എനിക്ക് പെട്ടെന്ന് കണ്ടില്ല പുള്ളി ഇറങ്ങണം. ഞാൻ വന്ന് വണ്ടി ഇടിച്ചതാ. പക്ഷെ പുള്ളിയുടെ ബോധം പോയി. എന്താ ചെയ്യണ്ടേ? അതെ ബോധം പോയോ? സെർച്ച് ചെയ്യുന്നുണ്ട്. സാറേ ഞാൻ ഇപ്പൊ വരാം സാറേ. നമ്മള് ടേസ്റ്റ് ചെയ്തോ അമ്മാരെ ഗണ്ണേമിയ സമ്മതിക്കില്ല. ടേസ്റ്റ് ചെയ്തോ സാറേ. സ്പൈക്ക് കേറിട്ട് ഒരു പ്രശ്നമില്ല. BMW ഒക്കെ പറന്നു പോയി സാറേ. സ്പൈക്ക് കേറിയിട്ടുണ്ട് കേട്ടോ. സാറേ നമ്മള് റൈറ്റ് അല്ലേ? റൈറ്റിലൂടെ അല്ലേ വരണ്ടേ? റൈറ്റ് സാറിന്റെ കറക്റ്റ് വഴി. ഓക്കെ സാറേ എന്താ ഈ ലംബോ കിട്ടിയോ? സാറല്ല ഏതെങ്കിലും വണ്ടി കിട്ടി സാറേ. സാറേ ഞാൻ പോകുന്നത് സാറേ ഫെറാറി. സാറ് പോകുന്ന ഫെറാറിയുടെ ബാക്കിൽ. സാറ് ലെമ്പന്റെ ബാക്കില്ലേ? സാറേ സോറി സാറേ BMW-ലാണ് പൈസ ഉള്ളത്. ഞാൻ BMW പോവാണ്. BMW 4 ടയർ പഞ്ചറായി സാറേ. ഒറ്റ ഒരുത്തനേ ഉള്ളൂ അവന്റെ പൈസ. ഒരു കൊരങ്ങ മാസ്ക്. അയ്യോ വിഷയം. ഇതെങ്ങനെ കേറും? വഴി ഉണ്ടായിരുന്നു സാറേ. ആ BMW റിപ്പയർ ചെയ്തിട്ട് പോയി. സാറൊരു കാര്യം ശരൺ സാറിന്റെ ബാക്കപ്പിലോട്ട് പോകണം. ശരൺ സാറിന്റെ ബാക്കപ്പിലോട്ട് പോകാം. സാറേ ഇങ്ങോട്ട് വരണേ. ഇത് 2 പേരുണ്ട്. ഓക്കെ സാറേ വരാം. സാർ ഒന്ന് ബാക്കപ്പിലോട്ട് പലാറ്റോ പോവേണോ അവന്മാര്? പലാറ്റോ. ഓക്കെ ശരൺ സാറിന്റെ ബാക്കപ്പ് പോവാണ്. BMW അവന്മാർ റിപ്പയർ ചെയ്ത് പറഞ്ഞു. വയലൊരാളുള്ളൂ സാർ. അവന്റെ ആയിരുന്നു പൈസ. സാറേ ഇത് ചെയ്സാ സാറേ. ശരൺ സാർ എങ്ങോട്ടാ വരണ്ട? ബാക്കപ്പ് ഇട്. ശരൺ സാറെ ബാക്കപ്പ്. ട്രാക്കറില്ല സാറ് ബാക്കപ്പ് ഇട്ട് തരണേ. ട്രാക്കർ റിപ്പോർട്ട്. കാട്ടുമുക്കിലോട്ടും സാറേ അപ്പൊ അവന്മാരുടെ വണ്ടി ഇതായില്ലേ സാറേ? ആ BM മൂർച്ച പോരാട്ടാ സാറേ. BM-ന്റെ 4 ടയർ പോയാലാണ് ഞാൻ കണ്ടത് സാറേ. സാർ ഒന്ന് ബാക്കപ്പ് ഇടും സാറേ. ശരൺ സാറേ ബാക്കപ്പ്. മണ്ടയിലല്ലേ അവന്മാര്? ഓക്കെ മണ്ടലല്ല സാറേ, ഈ റോഡിൽ തന്നെ. സാർ ഇങ്ങോട്ട് വാ. നേരെ എന്റെ സാറേ അവിടെ ഉണ്ട്. മേലോട്ട് കയറി വരും അവന്മാര്. ഓക്കെ ആ കയറി ആ വണ്ടി തന്നെ സാറേ. ഇപ്പം കയറി സാർ. അവിടെ നിന്നോ ഞാൻ അടിയില്ല. സാറിന്റെ ബാക്കിൽ കയറുന്നു. എന്റെ ബാക്കിലോ? ഈ ടണലിന്റെ മേലെയാണോ? അല്ല സാറേ ഇവിടെ ബാക്കിൽ സാർ. ശരൺ സാർ ഒരു ബാക്കപ്പ് ഇടാ. ശരൺ സാർ ഒരു ബാക്കപ്പ് ഇടാ. സാറേ ഞാനപ്പോ ഇനി പലേറ്റ് വന്നു കേട്ടോ. വേറെ ഏതോ ബാക്കപ്പ് ഇല്ല സാറേ. ഞാനും പറഞ്ഞു വന്നു. ഞാനീ സാറേ ആ ഇത് കയറി വന്നു സാറേ. ആ റെയിൽവേ ട്രാക്ക്. ശരൺ സാറേ അവന്മാരിപ്പോ എങ്ങോട്ടാ പോകുന്നേ? ഇവന്മാര് ഏത് കാട്ടുവഴിന്ന് അറിയാൻ വയ്യ സാറേ. ഇത് എന്ത് സാറേ? ഞാൻ ഏതോ മുക്കിലൊക്കെ എത്തി. അവന്മാരുണ്ടോ? അതിന് അവിടെ ഉണ്ട് സാറേ. എന്റെ ഫ്രണ്ട് ഉണ്ട്. സാറ് കഴിഞ്ഞു പോയി. സാറിനെ കഴിഞ്ഞു പോയി. ഞാൻ കണ്ട് താഴെ കൂടെ തിരിയെടുത്ത് പലേറ്റ പോന്നു. ഇടിക്കല്ല. നേരെ പലേറ്റ സാറേ. നേരെ വിട്ടോ. ഓക്കെ സാറേ. മെല്ലെ റോട്ടിലേക്ക് ഇറക്കാം. ഇത് വണ്ടി മൊത്തം കഴിഞ്ഞു സാറിന്. സാറേ എന്റെ ഉണ്ട്. പല നേരെ പോകണം. നമ്മളെ പീഡിയിൽ ഇവിടെ എത്താറായി. വേറെ സിറ്റി ആയിരിക്കും സാറേ. അയ്യോ സ്പീഡ് ക്യാം അടിക്കാണ്ട് പോയപ്പോ അടിച്ച്. സാറേ അവന്മാര് ബോട്ട് റെന്റിലാണ്. അവർ കടലിലോട്ട് ചാടി തോന്നുന്നുണ്ട് സാറേ. ചാടിയോ സാറേ? സാറേ ഇവിടെ അവന്മാരെ. സാറേ ഒന്ന് ബാക്കപ്പെട്ട സാറേ. വെള്ളത്തിൽ പോയായിരിക്കും. ചാടിയല്ല വെള്ളത്തിൽ പോയതാ ഉറപ്പാ. സാറേ ഇവിടെ അവിടുന്ന് നേരെ വെള്ളത്തിൽ പോയോ സാർ? താഴെ പോയോ? ബോട്ട് എടുത്തിട്ടുണ്ടോ? വണ്ടി ഇവിടെ മറിഞ്ഞു. വണ്ടി എവിടെ കിടക്കുന്നു സാർ? ആ ബോട്ട് റെന്റിൽ ഒരാൾ പോയിക്കോ സാറേ. അവര് മിക്കവാറും ബോട്ട് എടുക്കും.
ഇവിടെ മറിഞ്ഞെന്ന് തോന്നല്ലോ. വണ്ടി ഉണ്ടോ സാർ? വണ്ടി ഉണ്ടോ സാറിന്? സാറേ വണ്ടി ഉണ്ടോ? വന്നോ സാറേ? ഇവന്മാർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല സാറേ. ഇവിടെ ഇറിവി കിടക്കുക സാറേ. സാറേ തിരിച്ചു വാ. അവിടെയാ? ഓക്കെ ഓക്കെ സാറേ. സാറേ റോഡിലുണ്ടോ? സാറേ ഞാൻ ഈ താഴെ ഇറങ്ങി വന്നു സാറേ. അവിടെ സാറേ ഉണ്ടല്ലോ സാറേ, അതിനകത്ത് ഒരുത്തന്നെ ഉള്ളോ? സാറേ ഇതില് കാണുന്നില്ല സാറേ. സാറേ ഒരുത്തനും കൂടെ ഉണ്ട് സാറേ. അവൻ ഓടിയെന്ന് തോന്നുന്നു സാറേ. ഞാൻ അവിടെ സാറേ ഈ താഴെ ഒന്ന് നോക്കൂ സാറേ. അതിനകത്ത് ഒരുത്തനെ ഉള്ളു വണ്ടിയില്. വണ്ടി ഉള്ളവനെ പിടി സാറേ. താഴെ ഒന്നും കാണുന്നു. അവിടെ ഉള്ളവനെ പിടിച്ചു സാറ് കഫ് ചെയ്ത്. ആ സാറിന്റെ അടുത്ത് ആരുണ്ടല്ലോ. സാർ അവിടെ ചുമ്മാ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അത് ഉണ്ടെന്ന് തോന്നുന്നു സാറേ. ഇല്ല സാറേ അതിനകത്തില്ല. സാറൊന്ന് മാറേ. സാറൊന്ന് മാറാ. അതിനകത്ത് കയറ്റി ഇറക്കി നോക്കട്ടെ. ഒന്ന് കയറ്റി സാറേ അതിലോട്ട്. ഇല്ല സാറേ ഇല്ല. ചോദിച്ചു സാറേ അവൻ വല്ല ഓടിപ്പോയോ എങ്ങനെയാന്ന് ചോദിച്ചു. സിറ്റി വിട്ടാണോ? ഹലോ സാറേ മറ്റേ ആളെങ്ങനെയാ? സിറ്റി വിട്ടതാണോ അതോ ഓടി? സാറേ എസ്കേപ്പ് പ്ലാൻ ഒക്കെ ഇല്ലേ സാറേ? EMS ഇവിടെ വീണിട്ടുണ്ട്. ഇവിടെ താഴെ വീണ് ആണഞ്ഞു സാറേ. എന്നെ കൊണ്ടുപോകും സാറേ. സാറേ നിങ്ങൾ എന്തിനാ സാറേ സ്പൈക്ക് ഇട്ട സാറേ? സ്പൈക്ക് ഇട്ടായിരുന്നു സാറേ. നിങ്ങൾ സ്പൈക്ക് ഇട്ട് സാറേ. ഞങ്ങൾ സാറേ കിട്ടിയവനെ കൊണ്ടുപോകണേ. ഹലോ സെർച്ച് ചെയ്യണോ ഒന്ന്? സാറേ സെർച്ച് ചെയ്യ് സാറേ. ഓക്കെ ആ പിസ്റ്റൾ എടുത്തോണേ. വേണ്ടായിരുന്നു സാറേ. കൺട്രോള് ഇല്ല സാർ. ഇന്നിരിക്കുന്ന ഒന്നും നടക്കത്തില്ല. എടുക്കാൻ പറ്റാതെ ഏതിൽ കൂടെ ഒന്ന് സാറിനെ രക്ഷിക്കാനാ സാറേ. അണ്ടകടാകം പോലെ പാലം കെട്ടിയിട്ടേക്കുക. അതെ സാറേ ഞാൻ സെറ്റ് ആക്കാം. അതുവഴി കറങ്ങിയോ സാറേ? അല്ല ഇപ്പൊ മാറ്റണ്ട. ഞങ്ങളെ കൊണ്ടുപോയിട്ട് സാറേ ഇത് ഞാനിങ്ങനെ സാറേ കേറാൻ പറ്റിയില്ല. ഇവിടെ EMS മനസ്സിലായി. സാർ അങ്ങ് സോഫ്റ്റ് കഫ് ഞാൻ വണ്ടി കയറി. കഫ് ചെയ്താലും വണ്ടി കയറാൻ പറ്റില്ല കേട്ടോ. ലാംബോ കൊണ്ട് ഇമ്പോണ്ട് ചെയ്യാലോ സാറേ. കാശ് കിട്ടുന്ന വണ്ടി 5000 രൂപ വെറുതെ വേണ്ട സാറേ. സാറേ ഇത് എന്തുവാ സാറേ വണ്ടി കൊണ്ട് ഇങ്ങനെ ഇട്ടത്? സാറേ ഞാൻ എടുക്കാം സാറേ. സാറ് മാറും. വിഷയമില്ല സാറേ. സാറേ വഴി കൂടെ പോവാ സാർ. ഹൈവേ കൂടെ പോയതാ. ഹലോ എങ്ങോട്ടാ ഓടുന്നേ? ഇങ്ങോട്ട് വാ. അവിടെ അല്ല അതല്ല വഴി. ഇങ്ങോട്ടോ അതല്ല. കേറിയോ ജയിലിൽ വന്നിട്ടില്ല. ഇപ്പൊ വന്നില്ലേ? ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടും. ജയില് ഫുള്ളാ. ഇങ്ങോട്ടോ എന്നെ പേടിക്കണം സാർ. ഞാൻ പോത്തുന്നില്ല. ഓക്കെ ഒരു മിനിറ്റ് കഫ് വയ്ക്കാവേ. ഓക്കെ എന്നാ പിന്നെ ആ ഡ്രസ്സൊക്കെ ഊരിക്കൊണ്ടോ? ID കാർഡ് നോക്കുന്നുണ്ടേ. വണ്ടി റെഡിയായി സാറേ. നോക്ക് സാറേ. സാറേ ഇവന്റെ വണ്ടിയുടെ കാര്യം എന്താ? ഇതിനകത്തൊക്കെ വല്ലതും ഉണ്ടോ നോക്കണമല്ലോ സാർ. അത് ഞാൻ ഇടിച്ച് നേരാക്കാം സാർ. റിവേഴ്സ് എടുത്ത് വീഡിയോ എടുത്തേ. ഒന്നുകൂടെ ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ടേ. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓക്കെ
ഫൈൻ തരും കേട്ടോ. ഹലോ മേളിൽ കൂടെ കേറി ഇറങ്ങി സാറേ. കിഡ്നാപ്പിംഗ് ഓഫ് എ സിവിലിയന്റെ ഒരു ഫൈൻ ഉണ്ടേ. സാറേ എല്ലാം സെറ്റ് സെറ്റ് സാറേ. സെറ്റ് ഇടിക്കണ്ട ആർമഡ് റോബറി ഓഫ് ഹ്യൂമൻ ലാബിന്റെ ഒരു ചെറിയൊരു ഫൈൻ ഉണ്ടേ. ഓക്കെ, ഇനി എന്തായാലും തരുന്നില്ല, നിങ്ങൾ കരയണ്ട കേട്ടോ വെറുതെ. ഇത് രണ്ടെണ്ണത്തിൽ ഞാൻ ഒതുക്കുകയാണ്. ക്ലിയർ ആണല്ലോ. എന്നാ പിന്നെ ഇനി 2 ഫൈനേ ഉള്ളൂ. നിങ്ങൾക്ക് കുറെ ഇല്ല, ഇനി ഒറ്റ ഫൈൻ പോലും ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ കൊള്ളാലോ. അതെന്തായാലും നന്നായി. ഇപ്പൊ ഹ്യൂമൻ ലാബിന്റെ 35 കമ്മ്യൂണിറ്റി അങ്ങ് ഇവിടെ ഇൻബൗണ്ട് ചെയ്യാം സാറേ. ആളില്ല ഓക്കെ, കാണാം. 2 ഫൈനൽ ഒതുക്കി നിങ്ങളൊക്കെ എല്ലാം മാന്യമായിട്ട് പോകുന്നുണ്ട്. സ്പൈക്ക് വിഷമായി. ഞാനും അറിഞ്ഞില്ല, ഓഫീസറെ പോയെന്നാ പറഞ്ഞേ. പിന്നെ അവിടെ വന്നപ്പോ അവരിട്ടു. നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്തായിരുന്നെങ്കിൽ റെഡി കിട്ടിയാ. അടുത്ത പ്രാവശ്യം റെഡിയാക്കി ഓക്കെ. ശരൺ സാറിനോടും പറഞ്ഞേര്, സാറും മാന്യനാണ്. ഓക്കെ പറഞ്ഞേക്കാം. ഓക്കെ, 35 കമ്മ്യൂണിറ്റി ആണ് കേട്ടോ ഹ്യൂമൻ ലാബ്. സാറില്ല സാറേ, സാറ് മാന്യന. എനിക്ക് അത്രേ ഉള്ളൂ പറയാം. ഓക്കെ, അപ്പൊ വിടുക കേട്ടോ. ശരി സാറേ, സാറേ കാണാം. ഹ്യൂമൻ ലാബ് കൊണ്ടുവരുന്നവരെ കൊണ്ട് അടപ്പിക്കണം. ഓക്കെ സാറേ, ഓക്കെ സാറേ. NVIDIA പോയി നിൽക്കാം. ATM പൈസ എടുക്കാൻ പറ്റൂല്ലോ അല്ലേ? ബാങ്കിൽ പോയി എടുക്കാം. ഇതിപ്പം പിങ് ഉണ്ടോ ഇല്ലയോന്ന് അറിയാനും പറ്റുന്നില്ല. സാറേ ഹ്യൂമൻ ലാബിന്റെ ഫ്രണ്ടിലെ സ്പൈക്ക് ഇടപ്പുണ്ട്. ഞാൻ എടുത്ത് മാറ്റോ. അതിനകത്ത് ആരും ഇല്ലേ? നമുക്ക് നാളെ ലൈവ് വരാം ഗൈസ്. കാരണം എനിക്ക് ഇന്നാണെങ്കിലേ ഈ ചേസൊക്കെ പോകുമ്പോ അടുത്തൂടെ പോകുമ്പോഴേക്ക് ഇടിക്കാണ്ട് തന്നെ ഇടിക്കുകയാണ്. MS എത്രയാണെന്ന് കാണാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ് പ്രശ്നം. ഇന്ന് എന്തായാലും ലൈവ് സ്റ്റോപ്പ്. നമ്മളെന്തായാലും 6:30 തുടങ്ങിയതല്ലേ. ഓക്കെ, അപ്പൊ ഒരു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ലൈക്ക് അടിക്കാത്തതുകൊണ്ട് മറക്കാണ്ട് ലൈക്ക് അടിക്കുക. അതുപോലെ ചാനൽ സബ് ചെയ്യാണ്ട് സബ് ചെയ്യാം കേട്ടോ.